കൊയ്ത്തുകാലത്തെ മഞ്ഞ് ഭാഗം 5 കേൾക്കാം. സാൻഡോ ജേക്കബ് പോലും അമ്പരന്ന് പോയി. ഏതെങ്കിലും ആയുധവുമായി തിരിച്ചെത്താനാണ് പെണ്ണമ്മ പോയതെന്ന് അയാൾ സംശയിച്ചു. അയാൾ കരുതലോടെ നിന്നു. നിമിഷങ്ങളേറെ കൊഴിഞ്ഞു വീണിട്ടും പെണ്ണമ്മ പുറത്തേക്ക് വന്നില്ല. സാൻഡോ ജേക്കബിനെ പ്രതിരോധിക്കാൻ വിളിച്ചു വരുത്തിയ തൊഴിലാളികൾ ഓരോരുത്തരായി പിരിഞ്ഞുപോയി. സാൻഡോ ജേക്കബ് പതിയെ പട്ടിക്കൂടിനരികിലെത്തി. പട്ടികൾ മുരണ്ടതല്ലാതെ കുരച്ചില്ല. അയാൾ മുറ്റത്തുകൂടി ചുറ്റി നടന്നു. കുഞ്ഞുമേരിയും ഗ്രേസിയും അകത്തിരുന്ന് അയാളുടെ നീക്കങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അവർ വളരെയധികം ഭയന്നു. കുട്ടികൾ കോളേജിൽ നിന്ന് സ്കൂളിൽ നിന്ന് വരുന്നതിന് മുമ്പ് ഇയാൾ പോകുമോ? ഇങ്ങനെ ഒരു ഭീകരൻ വീട്ടിൽ അതിക്രമിച്ചു കയറിയ സാഹചര്യത്തിൽ അവരിങ്ങോട്ട് വരാതിരിക്കുന്നതാണ് നല്ലത്. തങ്ങളുടെ ജീവന് പോലും ഭീഷണിയാണ്. അടുക്കളയോട് ചേർന്നുള്ള ചാർത്തിലാണ് കുഞ്ഞുമേരിയും ഗ്രേസിയും നിന്നത്. സാൻഡോ ജേക്കബ് വീടിന്റെ 4 ഭാഗവും ചുറ്റി നടന്ന് കണ്ടിട്ട് നേരെ തങ്ങൾ നിൽക്കുന്ന ഭാഗത്തേക്ക് വരുന്നത് അവർ കണ്ടു. ഞെട്ടിത്തിരിഞ്ഞ് അകത്തു മറയാൻ ശ്രമിച്ചപ്പോൾ സാൻഡോ ജേക്കബ് തുറന്നു കിടന്ന വാതിലൂടെ അകത്തേക്ക് എത്തി നോക്കി. കുഞ്ഞുമേരിയെയും ഗ്രേസിയെയും കണ്ട് അയാളൊന്ന് ചിരിച്ചു. പിള്ളേര് സ്കൂളിൽ പോയല്ലേ? സാൻഡോ ജേക്കബ് വെറുതെ ചോദിച്ചു. ഞങ്ങൾ ഭയപ്പെടുന്നത് തന്നെയാണ് ഇയാളുടെ പദ്ധതി എന്ന് കുഞ്ഞുമേരിക്കും ഗ്രേസിക്കും തോന്നി. കുട്ടികളെ തട്ടിക്കൊണ്ടുപോയി പണം ആവശ്യപ്പെടുന്നവരെ പറ്റി പത്രങ്ങളിൽ വായിക്കാറുണ്ട്. അത്തരം സിനിമകളും കണ്ടിട്ടുണ്ട്. ഭയന്ന് വിറച്ച് തറയിൽ വീണുപോകുമോ എന്നവർ ഭയന്നു. കഴുത്തിലെ മാലകൾ കൈകൊണ്ട് മറയ്ക്കുവാൻ വൃഥ ശ്രമിച്ചു. കൈത്തണ്ടയിലെ വളകൾ അയാൾ കാണുന്നുണ്ടല്ലോ എന്ന ബോധമുണ്ടായപ്പോൾ അവരാകെ മരവിപ്പിലായി. മാല പറിക്കുന്ന കള്ളനല്ല ഞാൻ, പേടിക്കേണ്ട. കത്തി കൊണ്ടുള്ള കളിയാണ് എനിക്കിഷ്ടം. കൊലപാതകം. സാൻഡോ ജേക്കബ് അവരെ മാറി മാറി സൂക്ഷിച്ചു നോക്കിക്കൊണ്ട് അകത്തു കയറി. ഇവിടെ പലതും സംഭവിക്കും. അതിനു മുമ്പ് ഇവിടെ നിന്ന് മാറി നിൽക്കുന്നതാണ് നല്ലത്. തെറ്റ് ചെയ്തവർ നിങ്ങളല്ലാത്തതുകൊണ്ട്. കുഞ്ഞുമേരിയും ഗ്രേസിയും വെറുതെ കേട്ടു നിന്നു. അവർക്ക് ചലിക്കാനും ശബ്ദിക്കാനും ആവുന്നില്ല. കുടിക്കാൻ അല്പം വെള്ളം വേണം. സാൻഡോ ജേക്കബിന്റെ ശാന്തമായ സ്വരം. വെള്ളം എടുത്തു കൊടുക്കാനുള്ള ധൈര്യമില്ലാതെ കുഞ്ഞുമേരിയും ഗ്രേസിയും പരസ്പരം നോക്കി. ആ കുളത്തിലേത് നല്ല വെള്ളമാണ്. അല്പം ധൈര്യം സംഭരിച്ച് കുഞ്ഞുമേരി അവിടെ ഒരു മൂലയിൽ ഇരുന്ന് കുടം ചൂണ്ടിക്കാണിച്ചു. അയ്യോ, എന്നെ ഇത്രയും പേടിയോ? സ്വരത്തിന് നല്ല വിറയിൽ. പേടിക്കണ്ട, ഞാൻ പേടിപ്പിക്കേണ്ടവരെ മാത്രമേ പേടിപ്പിക്കൂ. സാൻഡോ ജേക്കബ് വെള്ളം നിറഞ്ഞ കുടം അനായാസം എടുത്തുയർത്തി അതിൽ നിന്ന് വായിലേക്ക് വെള്ളം പകർന്നു. അയാൾ കുടം താഴെ വെച്ചിട്ട് കൈത്തലം കൊണ്ട് ചുണ്ട് അമർത്തി തുടച്ചു. പിന്നെ അവരെ ഒന്ന് നോക്കുക പോലും ചെയ്യാതെ, അവരോടൊരു വാക്ക് പോലും പറയാതെ പുറത്തിറങ്ങി. കുഞ്ഞുമേരി ആശ്വാസത്തോടെ നിശ്വസിച്ചപ്പോൾ ഗ്രേസി പറഞ്ഞു, എനിക്കിനി 1 മിനിറ്റ് പോലും ഇവിടെ കഴിയാൻ നോക്കില്ല. ഞാൻ പോവുക. എങ്ങോട്ട്? കുഞ്ഞുമേരിയുടെ കണ്ണുകൾ തുറിച്ചു. എന്റെ വീട്ടിലേക്ക്. നമ്മളെ കൊല്ലില്ല എന്ന് മാത്രമാണ് അയാളുടെ വാക്ക്. നമ്മൾ തെറ്റു ചെയ്തിട്ടില്ലെന്നല്ലേ പറഞ്ഞുള്ളൂ. ചേട്ടനും റോബിനും അയാളുടെ ലക്ഷ്യമാണെങ്കിലോ? വീട്ടിൽ ചെന്ന് എന്തെങ്കിലും ചെയ്യണം. ഗ്രേസി, അത് കൂടുതൽ അപകടമുണ്ടാക്കുമെന്നാണ് എന്റെ അഭിപ്രായം. നയത്തിൽ എന്തെങ്കിലും പ്രവർത്തിക്കുകയാണ് വേണ്ടത്. അമ്മയെ പോലും അയാൾ മിണ്ടാട്ടമില്ലാതാക്കിയത് കണ്ടില്ലേ? അയാൾക്ക് എന്തൊക്കെയോ രഹസ്യങ്ങൾ അറിയാം. പിന്നെ എന്താ വേണ്ടത്? ചേച്ചി തന്നെ പറഞ്ഞേ. ഇവിടെ ഇനി താമസിക്കുന്നതിൽ എനിക്കും പേടിയുണ്ട്. രാജനും റോബിനും എവിടെയാണെന്നൊന്നും അറിയത്തില്ലല്ലോ. അതാ ഞാൻ പറഞ്ഞത്, നമുക്ക് പോകാം. നമ്മളെ കുഴപ്പത്തിലാക്കരുതെന്ന ഉദ്ദേശത്തിലാ മാറി നിൽക്കാൻ അയാൾ പറഞ്ഞത്. വീട്ടിൽ ചെന്നിട്ട് സ്കൂളിലേക്കും കോളേജിലേക്കും ആളെ പറഞ്ഞുവിട്ട് പിള്ളേരെ കൊണ്ടുവരാം. അമ്മ സമ്മതിക്കുമോ? സമ്മതിച്ചാലും ഇല്ലെങ്കിലും പോകണം. ഇത് ജീവന്റെ പ്രശ്നമല്ലേ? അകത്തേക്ക് ഓടിക്കയറിയ പെണ്ണമ്മ എന്ത് ചെയ്യുന്നു എന്ന ചിന്ത അപ്പോഴാണ് അവരിലുണ്ടായത്. കുഞ്ഞുമേരിയും ഗ്രേസിയും ചാർത്തിന്റെ വാതിലടച്ച് അടുക്കളയിൽ കടന്നു. അതിന്റെയും വാതിലടയ്ക്കാൻ തുനിയുമ്പോൾ അവർ ഞെട്ടി. സാൻഡോ ജേക്കബ് അടുക്കളയിൽ ഇരുന്ന് വിഭവസമൃദ്ധമായ ഊണ് കഴിക്കുന്നു. അത്ഭുതം! അടുക്കളയിൽ ഒരു പാത്രം അനങ്ങുന്ന ശബ്ദം പോലും കേട്ടില്ല. ഇറ്റിയവരയുടെ മുറിയിലേക്ക് കൊണ്ടുപോകാൻ സാൻഡോ ജേക്കബിന്റെ വരവിന് മുമ്പ് പെണ്ണമ്മ വിളമ്പി വെച്ച ചോറും കറിയുമാണ് അയാൾ എടുത്ത് കഴിക്കുന്നതെന്ന് അവർക്ക് മനസ്സിലായി. അവരെ കണ്ട് സാൻഡോ ജേക്കബ് വെറുതെ ചിരിച്ചു. ഒരു ഗ്ലാസ് വെള്ളം ഇങ്ങോട്ട് വെച്ചേക്ക്, അയാൾ പറഞ്ഞു. പച്ചക്കറികളും മറ്റും അരിയാൻ ഉപയോഗിക്കുന്ന ചെറിയ മേശയിൽ വെച്ചാണ് അയാൾ ആഹാരം കഴിക്കുന്നത്. മേശയ്ക്കരിയിൽ ഒരു ബെഞ്ചുണ്ട്. ആരും ഉച്ചഭക്ഷണം കഴിച്ചിട്ടില്ല. വിഭവങ്ങൾ തയ്യാറായപ്പോഴാണ് അയാൾ അവിടെ എത്തിയത്. ക്ഷോഭവും ദുഃഖവും ഭയവും കൂടിക്കലർന്നുണ്ടായ പ്രത്യേക വികാരങ്ങൾ താങ്ങാനാവാതെ കുഞ്ഞുമേരിയും ഗ്രേസിയും തളർന്നു നിന്നു. പേടിയാണല്ലേ? കോഴിക്കാൽ കടിച്ചു പറിക്കുന്നതിനിടയിൽ സാൻഡോ ജേക്കബ് അവരെ ഓട്ട കണ്ടിട്ട് നോക്കിക്കൊണ്ട് ചോദിച്ചു. വെള്ളം ഞാൻ തന്നെ എടുത്തോളാം. എന്നാലും ചോറുണ്ടിട്ട് പോയാൽ മതി. എല്ലാം ഇവിടെ റെഡിയാണല്ലോ. ഊണ് കഴിക്കാതെ പോയാ വീടുകളിൽ ചെല്ലുമ്പോ വിഷമിക്കും.
കുഞ്ഞുമേരിയും ഗ്രേസിയും അമർഷ അടക്കാനാവാതെ എന്തോ പറയാനൊരുങ്ങി. പെട്ടെന്ന് അവർ സ്വയം നിയന്ത്രിച്ചു. ഇയാൾ ഊണ് കഴിക്കുന്ന നേരത്ത് പുറത്തു ചാടുന്നതാണ് ഭംഗി, അവർ ചിന്തിച്ചു. പെട്ടെന്ന് രണ്ടുപേരും അടുക്കളയിൽ നിന്ന് പുറത്തു കടന്നു. അടുക്കള വാതിൽ വലിച്ചടച്ച് പുറത്തുനിന്ന് ഓടാമ്പലിട്ടു. സാന്റോ ജേക്കബ് വാതിലിന് നേരെ ഒന്ന് നോക്കി. ഒന്നും സംഭവിക്കാത്തതുപോലെ വീണ്ടും ഭക്ഷണം കഴിച്ചു. കുഞ്ഞുമേരിയും ഗ്രേസിയും പെണ്ണമ്മ എവിടെയെന്ന് അന്വേഷിച്ചു. പെണ്ണമ്മയുടെ കിടപ്പുമുറി അടച്ചിരിക്കുകയാണ്. വിളിക്കണോ? വാതിൽ തുറന്ന് നോക്കണോ? എന്ത് ചെയ്താലും ശകാരം കേൾക്കണം. വരും വരായികളെ പറ്റി ചിന്തിക്കാനുള്ള സമയമല്ലിത്. കുഞ്ഞുമേരി വാതിൽ പതിയെ തള്ളി. വാതിൽ തുറന്നു. പെണ്ണമ്മ കിടക്കുകയാണ്. വാതിൽ തുറന്നത് അറിഞ്ഞിട്ടും ചലനമൊന്നുമില്ല. കുഞ്ഞുമേരിയും ഗ്രേസിയും കട്ടിലിനരികിലെത്തി നോക്കി. പെണ്ണമ്മയുടെ കണ്ണുകൾ മിഴിഞ്ഞിരിക്കുന്നു. അനക്കമൊന്നുമില്ല. അവർക്ക് ആശങ്കയായി. അമ്മേ, കുഞ്ഞുമേരി വിളിച്ചു. മറുപടിയില്ല. മാറിടം ഉയർന്നു താഴുന്നുണ്ട്. ആശങ്ക വളർന്നു. അമ്മേ, ഗ്രേസി പെണ്ണമ്മയുടെ ശരീരത്തിൽ തൊട്ടു വിളിച്ചു. ശരീരത്തിന് നല്ല ചൂട്. പെണ്ണമ്മ ഒന്ന് മൂളി. ഞങ്ങൾ വീട്ടിലേക്ക് പോയിക്കോട്ടെ? കുഞ്ഞുമേരിയാണ് ധൈര്യം സംഭരിച്ച് ചോദിച്ചത്. മറുപടിയില്ല. അമ്മേ, പെണ്ണമ്മ ശബ്ദിക്കുന്നില്ല. അമ്മയ്ക്കത് എന്തു പറ്റി? ഏത് വെല്ലുവിളിയെയും വീറോടെ ചെറുക്കുന്ന ഇരുമ്പുങ്കലെ കൊച്ചമ്മ പെട്ടെന്ന് തളർന്നു വീഴാൻ കാരണമെന്ത്? കൂടുതൽ ആലോചിച്ചു നിൽക്കാൻ സമയമില്ല. സ്വന്തം രക്ഷ നോക്കിയേ തീരൂ. ആഭരണവും പണവും പെട്ടെന്ന് മാറ്റുന്നതോടൊപ്പം തങ്ങളുടെ മക്കളുടെയും രക്ഷ കണ്ടെത്തണം. രക്ഷപ്പെടാനുള്ള അവസരം ആ ഭീകരൻ തന്നിരിക്കുകയാണ്. ഇരുമ്പുങ്കലെ കൊച്ചമ്മ ഇപ്പോൾ തളർന്നു വീണെങ്കിൽ അതിന് പിന്നിൽ തക്കതായ കാരണങ്ങളുണ്ടാവും. ആ അപരിചിതൻ കയറി വരുന്നത് വരെ ഈ സ്ത്രീയുടെ പീഡനങ്ങൾ ഏറ്റവരാണ് തങ്ങൾ. ഇവിടെ കരുണ കാണിച്ചു നിന്ന തുടർന്നുള്ള ഭവിഷ്യത്തുകൾക്കും തങ്ങളും ഇരകളാവും. കുഞ്ഞുമേരി ഗ്രേസിയുടെ ശരീരത്തിൽ വിരൽ കൊണ്ടൊന്ന് തോണ്ടി. അർത്ഥം ഗ്രഹിച്ച ഗ്രേസി കുഞ്ഞുമേരിയെ നോക്കി. പോകാം എന്ന നിർദ്ദേശം കണ്ണുകൊണ്ട് നൽകിയിട്ട് കുഞ്ഞുമേരി വാതിൽ കടന്നു. പിന്നാലെ ഗ്രേസിയും. പെണ്ണമ്മ അപ്പോഴും അതേ നിലയിൽ കിടക്കുകയാണ്. വളരെ വേഗത്തിൽ തങ്ങളുടെ മുറിക്കുള്ളിൽ ഒരുക്കം നടത്തിക്കൊണ്ടു നിന്ന കുഞ്ഞുമേരിയും ഗ്രേസിയും വലിയ ശബ്ദം കേട്ട് ഓടിയിറങ്ങി വന്നു. അടുക്കള ഭാഗത്താണ് ശബ്ദം കേട്ടത്. അവർ വന്നു നോക്കിയപ്പോൾ അടുക്കളവാതിൽ തകർന്നു കിടക്കുന്നു. തകർന്നു വീണ വാതിൽപ്പാളികൾ സാന്റോ ജേക്കബ് എടുത്തു മാറ്റുകയാണ്. അയാളുടെ കണ്ണിൽപ്പെടാതെ കുഞ്ഞുമേരിയും ഗ്രേസിയും പെട്ടെന്ന് ഒഴിഞ്ഞു മാറി. വാതിലടച്ച് ബന്ധിച്ചത് അയാളെ പ്രകോപിപ്പിച്ചു എന്ന് അവർക്ക് മനസ്സിലായി. ഒറ്റ ചവിട്ടിന് അയാൾ വാതിൽ തകർത്തിരിക്കുന്നു. കുഞ്ഞുമേരിയും ഗ്രേസിയും പെട്ടെന്ന് അവരുടെ മുറികളിൽ ഒളിച്ചു. 10 മിനിറ്റ് കഴിഞ്ഞ് ബാഗുകൾ തൂക്കി പുറത്തു കടന്നു. പാദചലനത്തിന്റെ ശബ്ദം കേൾപ്പിക്കാതെ അവർ അടുക്കള ഭാഗത്തെത്തി. അവിടെ അയാളില്ല. ചുറ്റും നോക്കി. അവിടെയുമില്ല. ഒരു നിമിഷമെങ്കിലും പാഴാക്കാതെ കുഞ്ഞുമേരിയും ഗ്രേസിയും വീടിന് പിന്നിലുള്ള റബ്ബർ തോട്ടത്തിലേക്ക് ഇറങ്ങി. മുന്നിലെ ഗേറ്റ് കടന്നു പോകാൻ അവർക്ക് ഭയമായിരുന്നു. റബ്ബർ തോട്ടം കടന്നാൽ റോഡിലെത്താം. ഓട്ടോയോ ടാക്സിയോ പിടിച്ച് പെട്ടെന്ന് നാടുവിടാം. പെണ്ണമ്മ ഒന്നും അറിഞ്ഞില്ല. അവർ അതേ കിടപ്പിലാണ്. സാന്റോ ജേക്കബ്. ആ പേര് കേട്ടപ്പോൾ തന്നെ തലയ്ക്കുള്ളിൽ ഇരമ്പലായിരുന്നു. അനേകം വാഹനങ്ങൾ ഒന്നിച്ചോടുമ്പോഴുണ്ടാകുന്ന ശബ്ദാഘോഷം. അത് സഹിക്കാൻ വയ്യാതെയാണ് മുറ്റത്തു നിന്ന് മുറിയിലേക്ക് ഓടിക്കയറിയത്. കട്ടിലിൽ അലച്ചു വീഴുകയായിരുന്നു സാന്റോ ജേക്കബ്. അന്നത്തെ രാത്രി, ആ രാത്രിക്ക് ശേഷം ഇന്ന് വരെ സ്വസ്ഥത അറിഞ്ഞിട്ടുണ്ടോ? ഇരുമ്പുകൾ ഇട്ടിയവരെയും ഭാര്യയും ഉറങ്ങാതെ കാത്തിരുന്ന ഭീകര രാത്രി. അവൻ നമ്മുടെ മകനല്ലേ? മകനില്ലാതാകുമോ? ജന്മം കൊടുത്ത മകൻ. മുറ്റത്തുകൂടി ചുറ്റിത്തിരിയുന്നതിനിടയിൽ ഇട്ടിയവര മന്ത്രിച്ചു. മകനായി പോയതിന്റെ പരിഗണന കൊണ്ടാ കടുംകൈ ചെയ്യേണ്ടെന്ന് അവന്റെ അനിയന്മാരോട് ഞാൻ വിലക്കിയത്. പെണ്ണമ്മ ഭർത്താവിനെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു. ഇനിയും അവന് ജീവിക്കേണ്ടതാ. ഒറ്റയ്ക്ക് എങ്ങനെയും കഴിഞ്ഞോട്ടെ. അത്രയൊക്കെ ചെയ്താൽ മതിയായിരുന്നു. രാജനും റോബിനും ക്രൂരന്മാരാ. അവർ അരുതാത്തത് എന്തെങ്കിലും ചെയ്താ തല്ലി ഇറക്കിയാലും പോകില്ലെന്ന് വയ്ക്കുന്നത് കൊണ്ടല്ലേ ചെറിയൊരു പാഠം പഠിപ്പിക്കുന്നത്. ചേട്ടന്റെ ജീവൻ എടുക്കാൻ അനിയന്മാർക്ക് മനസ്സുണ്ടാകില്ല. ടോമിച്ചന് കുറെ തല്ല് കിട്ടേണ്ടത് ആവശ്യമാ. കാളമാർക്കൊച്ചന്റെ മകൾ എനിക്ക് പകരം ഇരുമ്പുകലെ കൊച്ചമ്മയായി വാഴുന്നത് ഞാൻ കാണണോ? എന്റെ കെട്ടിയോനും എന്റെ 2 മക്കളും കൊലക്കയറിൽ തൂങ്ങാൻ അവസരം ഒരുക്കണോ? പെണ്ണമ്മേ, ടോമിച്ചന് വെറുതെ പേടിപ്പിക്കാൻ പറഞ്ഞതാണെങ്കിലോ? അവൻ നമ്മുടെ മകനല്ലേ. നമ്മൾ ഒറ്റുകൊടുക്കുമോ? ഒറ്റുകൊടുക്കും. അവൻ അങ്ങനത്തവനാ. ഓ, അവൻ മാത്രം ഒരു നീതിമാൻ. ഞാൻ പണ്ടേ പറഞ്ഞിട്ടുള്ളതല്ലേ അവനെ സൂക്ഷിക്കണമെന്ന്. പാണ്ടിന്ന് വന്ന കച്ചവടക്കാർ 2 ടോമിച്ചന്റെ കൂട്ടുകാരാണെന്ന് അറിഞ്ഞപ്പോഴേ ഞാൻ പറഞ്ഞതാ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണോന്ന്. ബോട്ടിൽ ഉല്ലാസയാത്രയ്ക്കായി രാജനും റോബിനും അവരെ കൊണ്ടുപോയെന്ന് അറിഞ്ഞപ്പോ ടോമിച്ചന് അപകടം കണ്ടു. തമിഴന്മാർ കായലിൽ വെറുതെ മുങ്ങി ചത്തതല്ലെന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധി അവനില്ലാതിരിക്കുമോ? ചത്തവൻ പോയില്ലേ, അതിന് അവന്റെ അപ്പനെയും സഹോദരന്മാരെയും കൊലയ്ക്ക് കൊടുക്കണോ? തമിഴന്മാരിൽ നിന്നും കിട്ടിയ 5 ലക്ഷത്തിന്റെ വീതം ടോമിച്ചിന് കൊടുക്കാമെന്ന് നീ പറഞ്ഞതല്ലേ?
അവൻ ഇതിനൊന്നും കൂട്ടുനിൽക്കില്ല, ഇനിയുള്ളതിനും കൂട്ടുനിൽക്കില്ല. നാളെ പോലീസ് വിവരമറിയിക്കാനായിരുന്നു അവന്റെ പരിപാടി. അതിനു മുമ്പ് അവൻ ആശുപത്രിയിലാകണം. ഞാൻ അവന്റെ അമ്മയല്ലേ. ഒരിറ്റു കരണം മനസ്സിലുള്ളത് കൊണ്ടാണ് അവന്റെ ജീവൻ അപകടം വരുത്തരുതെന്ന് രാജനോടും റോബിനോടും പറഞ്ഞത്. പിറ്റേവരെയും പെണ്ണമ്മയും തമ്മിലുള്ള സംസാരം തീരുന്നതിന് മുമ്പ് ഗേറ്റിന് പുറത്ത് ജീപ്പ് വന്നു നിന്ന് ശബ്ദം കേട്ടു. ഇറ്റേവര ടോർച്ച് മിന്നിച്ചപ്പോൾ രാജന്റെ മുന്നറിയിപ്പ്. അപ്പച്ച വേണ്ട. നല്ല ഇരുട്ടായിരുന്നു. പെണ്ണമ്മയും എത്തിയവരെയും ഇരുട്ടിൽ തപ്പി തടഞ്ഞ് ഗേറ്റിനടുത്തെത്തി. അവ്യക്തമായ രൂപങ്ങൾ. 3 പേരുമുണ്ടെന്ന് മനസ്സിലായി. രാജ, നിന്റെ കൂടെ റോബിനില്ലേ? പെണ്ണമ്മ മന്ത്രണ സ്വരത്തിൽ ചോദിച്ചു. ഉണ്ട്, വേറൊരാളും. അതാരാ? സാൻഡോ ജേക്കബ്. 2 ആഴ്ച ആശുപത്രി കിടന്നാ മതി, അത്രയ്ക്കല്ലേ ചെയ്തുള്ളൂ? വിറയിലോടെ പെണ്ണമ്മ ചോദിച്ചു. അതുകൊണ്ട് ശരിയായില്ല അമ്മേ. ചേട്ടനെ തല്ലിച്ചതച്ചതിന്റെ കേസും തമിഴന്മാരെ കൊന്നതിന്റെ കേസും ഒന്നിച്ചുണ്ടാകുന്നത് എന്തിന്? തല്ലിച്ചതച്ചാലും ചേട്ടൻ കൊലപാതകത്തിന്റെ വിവരം പോലീസിൽ അറിയിക്കും. അതുകൊണ്ട് ഞങ്ങൾ തീരുമാനിച്ചു, സാൻഡോ ജേക്കബ് അത് ചെയ്തു. ചേട്ടനിൽ നിന്ന് ഇനി ഒരു ശല്യവും ഉണ്ടാവില്ല. പെണ്ണമ്മ തരിച്ചു നിന്നുപോയി, ഹൃദയം സ്തംഭിച്ചതുപോലെ. താൻ ആദ്യമായി ജന്മമേകിയ മകൻ ടോമിച്ചൻ, താൻ നൊന്തു പ്രസവിച്ച മകൻ. ഭൂതകാല സ്മരണകളിൽ പെണ്ണമ്മ വെന്തു നീറുകയായിരുന്നു. അന്ന് ആ കൃത്യം നടത്തിയ സാൻഡോ ജേക്കബ് ഇതാ വീണ്ടും ഇവിടെ എത്തിയിരിക്കുന്നു. ക്രൂര മനസ്സെങ്കിലും മകന്റെ കൊലപാതകത്തിന് കൂട്ടുനിൽക്കാൻ മനസ്സുണ്ടായിരുന്നില്ല. പക്ഷെ അങ്ങനെ ഒരു സാഹചര്യത്തിൽ അകപ്പെട്ടുപോയി. ടോമിച്ച. പെണ്ണമ്മ അലർച്ചയോടെ ചാടി എഴുന്നേറ്റു. മുറിയിലാകെ ഇരുട്ട് നിറഞ്ഞതായി പെണ്ണമ്മയ്ക്ക് തോന്നി. ഭീകര സ്മരണകൾ അവരെ വീണ്ടും വീണ്ടും വേട്ടയാടി. തലമുടിയിൽ അള്ളിപ്പിടിച്ച് പെണ്ണമ്മ വീണ്ടും വീണ്ടും നിലവിളിച്ചു. കൂർത്ത പല്ലുകളും തുറിച്ചുന്തിയ കണ്ണുകളുമായി ഒരു സ്ത്രീരൂപം തന്റെ മുന്നിൽ വന്നു നിൽക്കുന്നതായി പെണ്ണമ്മയ്ക്ക് തോന്നി. സ്വന്തം പ്രതിച്ഛായ ആ രൂപത്തിൽ കണ്ട് പെണ്ണമ്മ കൂടുതൽ ശബ്ദമെടുത്ത് നിലവിളിച്ചു. പാടത്തിന്റെ കരയിൽ ബസ് നിന്നു. ലീന ബസ്സിൽ നിന്ന് ഇറങ്ങി. മറ്റാരും അവിടെ ബസ്സിൽ നിന്ന് ഇറങ്ങുന്നുണ്ടോ എന്ന് അവൾ നോക്കി. ഇല്ല, ആരുമില്ല. ദിവസങ്ങൾക്ക് ശേഷം തോപ്പിലെ വീട്ടിലേക്ക് പോവുകയാണ്. ഡാനിയുടെ മരണത്തിന് ശേഷം വീട് വിട്ട് എങ്ങും പോയില്ല. ചേട്ടന്റെ വിവരം അന്വേഷിക്കുവാൻ ഹോസ്പിറ്റലിൽ പോകണമെന്ന് വിചാരിച്ചതാണ്. ജോണങ്കിൾ വിലക്കിയിരുന്നതുകൊണ്ട് പോയില്ല. മദ്യപാനം നിർത്തി പുതിയ മനുഷ്യനായി ചേട്ടൻ വീട്ടിലെത്തുമെന്നാണ് അങ്കിൾ ഉറപ്പു നൽകിയിരിക്കുന്നത്. അതിനുള്ള ചികിത്സയും പരിചരണവും ബോധവൽക്കരണവും കിട്ടുന്ന ഹോസ്പിറ്റലിലാണ് ചേട്ടനെ അഡ്മിറ്റ് ചെയ്തിരിക്കുന്നത്. ലീന റോഡിൽ നിന്നും പാടത്തിന്റെ വരമ്പിലേക്ക് ഇറങ്ങി. വയലിൽ കൊയ്ത്തു കഴിഞ്ഞിരിക്കുന്നു. പുതിയ കൃഷി ഇറക്കുന്നതിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങിയിട്ടില്ല. തോപ്പിലെ വീട്ടിലേക്ക് പാടം കടന്നുള്ള യാത്ര ഇത് 3ാമതാണ്. അവിടെ കഴിഞ്ഞിരുന്നപ്പോൾ പലപ്പോഴും പുറത്തു പോകേണ്ടി വന്നിട്ടുണ്ടെങ്കിലും മിക്കവാറും കാറിലോ ജീപ്പിലോ ആയിരുന്നു യാത്ര. വാഹനങ്ങൾ തോപ്പിലെ വീട്ടിലെത്തുന്നതിന് വേറെ വഴിയുണ്ട്. ലീന പാടത്തു നിന്ന് തെങ്ങിൻ തോപ്പിലേക്ക് കയറി. വിജനമായ പ്രദേശം. പക്ഷെ ഇവിടെ ഭയപ്പെടാനൊന്നുമില്ലെന്ന് ലീനയ്ക്കറിയാം. ഈ തെങ്ങിൻ തോട്ടത്തിന്റെ ഓരോ കോണും തനിക്ക് പരിചിതമാണ്. ജോണകളുടെ ഈ തോട്ടത്തിലൂടെ എത്രയോ വട്ടം ചുറ്റിക്കറങ്ങിയിരിക്കുന്നു. കുളിർമയുള്ള അന്തരീക്ഷം നൽകിയ നവോന്മേഷത്തോടെ ലീന നടക്കുമ്പോൾ അകലെ ഒരാളെ കണ്ടു. തോട്ടത്തിൽ വീണു കിടക്കുന്ന തേങ്ങ അയാൾ പെറുക്കി കൂട്ടുകയാണ്. ലീനയെ അയാൾ കണ്ടു. അയാൾ പതിയെ നടന്നെടുത്തു. അപ്പോഴാണ് ആൾ ആരാണെന്ന് ലീനയ്ക്ക് മനസ്സിലായത്. ജെറി. അപ്രതീക്ഷിതമായി ലീനയെ കണ്ടതിലുള്ള അമ്പരപ്പിലാണ് ജെറി. ലുങ്കിയും ബനീനും ധരിച്ച ജെറിയുടെ ശരീരം വിയർപ്പിൽ കുതിർന്നിരിക്കുന്നു. ഇവിടെ അധ്വാനം തുടങ്ങിയോ? ലീന പുഞ്ചിരിയോടെ ചോദിച്ചു. വെറുതെ എത്ര നേരം ഇരിക്കുന്നത്? ലീനയെ ഞാനിപ്പോ ഓർത്തതേ ഉള്ളൂ. അത്ഭുതം, ഇതാ ലീന മുന്നിൽ. ജെറിയുടെ മുഖത്ത് ലജ്ജ പടർന്നു. എന്നെ ഓർക്കാൻ എന്താ കാരണം? ഡാനിയുടെ മരണം കഴിഞ്ഞ് ലീനയെ കണ്ട് ഒരു ആശ്വാസവാക്കെങ്കിലും പറയാൻ കഴിഞ്ഞില്ലല്ലോ. എന്നോർത്തപ്പോ ദുഃഖം തോന്നി. ആശ്വാസവാക്ക് കേട്ടാൽ എന്റെ ദുഃഖം മാറുമോ? ഡാനിയുടെ മരണം പ്രതീക്ഷിച്ചു കഴിഞ്ഞിരുന്നതുകൊണ്ട് അത്ര വലിയ സങ്കടം എനിക്കുണ്ടായില്ല ജെറി. ആ മരണം ഞാൻ ആഗ്രഹിച്ചിരുന്നതുമാണ്. ഡാനിയെ അധികം കഷ്ടപ്പെടുത്തരുതേ എന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുമായിരുന്നു. മൂത്ത ചേട്ടൻ ഹോസ്പിറ്റലിലാണ്. മദ്യപാനം നിർത്താനുള്ള ചികിത്സ തുടങ്ങിയിരുന്നു. അതെനിക്കറിയാം. എങ്ങനെയുണ്ടെന്ന് അറിയാൻ ചോദിച്ചതാ. എങ്ങനെയുണ്ടെന്ന് അറിയില്ല. ഹോസ്പിറ്റലിലേക്ക് പോകണ്ടെന്ന് ജോണങ്കിൾ പറഞ്ഞിരുന്നു. അതുകൊണ്ട് വിവരം അറിയാനൊന്നും പോയില്ല. ജെറി ലീനയെ സൂക്ഷിച്ചു നോക്കി. ആ നോട്ടം കണ്ട ലീന നാണിച്ചു. എന്താ ഇങ്ങനെ സൂക്ഷിച്ചു നോക്കുന്നത്? ലീന വളരെ ക്ഷീണിച്ചു. എന്റെ ശരീരത്തിലുണ്ടായ മാറ്റം കണ്ടുപിടിക്കാൻ ഒത്തിരി നാളത്തെ പരിചയം നമ്മൾ തമ്മിൽ ഇല്ലല്ലോ. ഒറ്റ നോട്ടത്തിൽ തന്നെ ചിലരുടെ രൂപവും വിശദാംശങ്ങളും മനസ്സിൽ പതിയില്ലേ? പാവത്തേനെ പോലെ ഇരുന്നിട്ട് സംസാരിക്കാൻ നല്ല സാമർഥ്യമുണ്ടല്ലോ. ലീന ചിരിച്ചു. 2 പേരെ കൊല്ലാൻ ഇറങ്ങി തിരിച്ചവൻ പാവത്താനാണോ?
ആ കഥ ഇന്ന് എന്നോട് പറയുമോ? ഏതു കഥ? പ്രതികാരദാഹവുമായി വന്നിട്ട് ജോണങ്ങളുടെ പിടിയിൽപ്പെട്ടതിന്റെ കാരണം? ഇനി അതൊക്കെ എന്തിനു പറയുന്നു? അതൊക്കെ ഞാൻ മറക്കാൻ ശ്രമിക്കുകയാണ്. അറിയാനുള്ള കൗതുകം കൊണ്ടാണ് ചെറിയ. ലീന ഇന്ന് പോകുമോ? വൈകുന്നേരം പോകണം. സമയം കിട്ടിയാ പറയാം. മനസ്സ് തുറന്ന് കാണിക്കാൻ ഒരാളെ കിട്ടുന്നത് ഭാഗ്യമാ, പ്രത്യേകിച്ച് ലീനയെ പോലെ ഒരാളെ. ജെറിയുടെ കണ്ണുകൾ ലീനയുടെ മുഖത്ത് പതിഞ്ഞു. അയാളുടെ കണ്ണുകളിലെ പ്രകാശത്തിന്റെ ശക്തി ലീന അറിഞ്ഞു. ജെറിയും ലീനയും വീട്ടിലേക്ക് നടന്നു. ജോണങ്കിൾ കമ്പത്തിന് പോയിട്ട് തിരിച്ചു വന്നില്ലേ ജെറി? ഇല്ല, അങ്കിൾ ഇന്നലെ ഫോൺ ചെയ്തപ്പോ വളരെ തിരക്കിലാണെന്ന് പറഞ്ഞു. ശിവൻകുട്ടിയാണ് ഫോൺ എടുത്തത്. എന്നെയും മമ്മിയെയും അന്വേഷിച്ചു. ഇച്ചാച്ചൻ ഇരിട്ടിയിലേക്ക് പോയി. അവിടെ ആരും ഇല്ലല്ലോ. ജോണങ്കിൾ പറഞ്ഞിട്ടാണ് പോയത്. അവർ വീട്ടിലെത്തിയപ്പോൾ ശിവൻകുട്ടി മുറ്റത്തുണ്ടായിരുന്നു. ഇതെന്തിനാ ലീനെ ബസ്സിൽ വന്നത്? ശിവൻകുട്ടി ചോദിച്ചു. ഫോൺ ചെയ്തിരുന്നേ ഞാൻ വണ്ടി വിടുമായിരുന്നു. അതെന്തിനാ ശിവൻകുട്ടി? ബസ്സിൽ വന്ന് പാടവും തെങ്ങിൻ തോട്ടവും കടന്നു വരുമ്പോഴുള്ള സന്തോഷം അനുഭവിക്കാനും കൂടിയാ ഞാൻ വന്നത്. ലീനയുടെ ചേട്ടൻ കുര്യച്ചന് വളരെ മാറ്റമുണ്ട്. ഞാൻ ഇന്നലെ ഹോസ്പിറ്റലിൽ പോയി വിവരം അന്വേഷിച്ചു. വീട്ടിലേക്ക് വരാൻ കുറച്ച് ദിവസങ്ങൾ കൂടി കഴിയണം. അപ്പോ കുര്യച്ചൻ കുടുംബത്തെ സ്നേഹിക്കുന്ന ഉത്തരവാദിത്തമുള്ള നല്ല മനുഷ്യനായി മാറിയിരിക്കും. മദ്യം മുന്നിൽ കണ്ട തുള്ളി പോലും രുചിക്കില്ല. ഞാൻ ജോലിക്ക് പോകുന്നതിനെ പറ്റി ജോണുകൾ എന്തെങ്കിലും പറഞ്ഞോ? ടെലിഫോൺ ബൂത്തിലെ ജോലിയല്ലേ? അതെ, അതല്ലാതെ മറ്റെവിടെ ജോലി കിട്ടാൻ? ജോലിക്ക് പോകേണ്ടത് എപ്പോഴാണെന്ന് അറിയിക്കാമെന്ന് ജോണുകൾ പറഞ്ഞു. ജോണുകൾ വളരെ ഗൗരവത്തിലായിരുന്നു. ഇന്നലെ വിളിച്ചത് തിരുവനന്തപുരത്ത് നിന്നാണ്. വളരെ പ്രധാനപ്പെട്ട ചില ജോലികളിൽ ഏർപ്പെട്ടിരിക്കുകയാണെന്ന് പറഞ്ഞു. ജെറിയുടെ മമ്മിയുടെ അടുക്കള ഭരണം ഏറ്റെടുത്തിരിക്കുക. ഏകാധിപത്യം മറ്റാരെയും അങ്ങോട്ട് കയറ്റില്ല. ശിവൻകുട്ടിയുടെ സംസാരം കേട്ട് ജെറി ലീനയെ നോക്കി ചിരിച്ചു. ഇതെന്ത് ജെറി ഇങ്ങനെ? വീട്ടിൽ ഒരു അതിഥി വന്നിട്ട് മുറ്റത്ത് നിർത്തി പറഞ്ഞയക്കാനാണോ ഉദ്ദേശം? ലീന കളിയാക്കാതെ. തടവുപുള്ളികളായി എത്തിയവരെ ഇത്രയും കളിയാക്കണോ? ലീനയുടെ മുറി ഇപ്പോഴും ഈ വീട്ടിലുണ്ട്. പിന്നെ എങ്ങനെ ലീന അതിഥിയാവും? ശിവൻകുട്ടി ചോദിച്ചു. എന്റെ മുറിയുടെ താക്കോൽ എവിടെ? താക്കോൽ കുലുക്കി നടക്കാനുള്ള മോഹം തീർന്നില്ല അല്ലേ? പക്ഷേ കള്ളത്താക്കോലിട്ട് തുറക്കാൻ പെട്ടിക കിട്ടുന്നില്ലല്ലോ. അത് പറഞ്ഞിട്ട് ശിവൻകുട്ടി ജെറിയെ നോക്കി കണ്ണിറുക്കി. ജെറി ജാളിതയോടെ മുഖം കുനിച്ചു. ജോണങ്ങളുടെ കൂടെ ഈ വീട്ടിലെത്തിയ പ്രഭാതത്തിൽ ലീന താക്കോൽ കുട്ടവുമായി വന്നതും തന്റെ ബ്രീഫ് കേസ് തുറന്നതും ജെറി ഓർത്തു. ജെറിയെ പോലുള്ളവർ വലയിൽ കൊടുക്കുന്നത് അപൂർവമാണ്. എങ്ങനെയുള്ളവർ വന്നാലേ പെട്ടി തുറന്ന് കത്തുകൾ എടുക്കാൻ പറ്റൂ. ലീന ജെറിയെ കളിയാക്കിയിട്ട് അകത്തേക്ക് കയറി. ലീന, ഞാനൊന്ന് കുളിച്ചിട്ട് വരാം, ജെറി വിളിച്ചു പറഞ്ഞു. ലീന അടുക്കളയിൽ എത്തിയപ്പോ വത്സമ്മ മീൻ വറക്കുകയായിരുന്നു. അടുക്കളയിൽ മറ്റൊരാൾ എത്തിയത് വത്സമ്മ അറിഞ്ഞതേയില്ല. വത്സമ്മ ചീനച്ചട്ടിയിലെ മീൻ ചട്ടകം കൊണ്ട് മറിച്ചിട്ട് കഴിഞ്ഞപ്പോഴാണ് തൊട്ടടുത്ത് ലീന നിൽക്കുന്നത് കണ്ടത്. ലീന? വിസ്മയത്തോടെ വത്സമ്മ ആ പേര് ഉച്ചരിച്ചു. പേര് മറന്നിട്ടില്ല, സന്തോഷം. ലീനയുടെ വിടർന്ന പുഞ്ചിരി വത്സമ്മയെ വളരെ ആകർഷിച്ചു. കണ്ടും സംസാരിച്ചും കൊതി തീരും മുമ്പ് ലീനയുമായി പിരിയേണ്ടി വന്നതിൽ വത്സമ്മ ദുഃഖിതയായിരുന്നു. അടുക്കളയുടെ ചുമതലക്കാർ വേറെ ഉണ്ടല്ലോ, അവരെവിടെ മമ്മി? അവർ കുറച്ചു ദിവസം വിശ്രമിക്കട്ടെ. ഞാൻ പോകുന്നത് വരെ. എങ്ങോട്ട് പോവാൻ? വീട്ടിലേക്ക്, അല്ലാതെ എവിടെ? ഏത് വീട്ടിലേക്ക്? ഇതെന്താ ഇങ്ങനെ ചോദിക്കുന്നത് ലീനെ? ഞങ്ങളുടെ വീട് എവിടെയാണെന്ന് അറിയില്ലേ? ഇരിട്ടിയിൽ ഒരു വീടുണ്ട്, അതറിയാം. അങ്ങോട്ട് തന്നെ പോകാൻ തീരുമാനിച്ചോ എന്നാണ് ഞാൻ ചോദിച്ചത്. വേറെ എവിടെ പോവാൻ? വേറെ ഇടമുണ്ടാവും തീർച്ച, എനിക്കതറിയാം. ജോണങ്ങളുടെ ഇപ്പോഴത്തെ തിരക്ക് തീർച്ചയായും അതിന് തന്നെയാണ്. ലീന വത്സമ്മയുടെ കണ്ണുകളിലേക്ക് നോക്കി ചോദിച്ചു. എന്നോട് പറയുമോ? വത്സമ്മ അമ്പരന്നു. ലീന വത്സമ്മയുടെ മുഖത്ത് നിന്ന് കണ്ണുകൾ എടുക്കാതെ നിൽക്കുകയാണ്. എന്തു പറയണമെന്നാണ് ലീനെ? ആ കഥകൾ അറിയാൻ ഒത്തിരി ആഗ്രഹമുണ്ട്. ഏതു കഥകൾ? ജെറിയെ പ്രതികാരത്തിന് പ്രേരിപ്പിച്ച കഥകൾ. വത്സമ്മ പെട്ടെന്ന് തിരിഞ്ഞ് ചട്ടവും എടുത്തുകൊണ്ട് അടുപ്പിനരികിലേക്ക് നീങ്ങി. ഞാൻ സങ്കടപ്പെടുത്തിയോ? വത്സമ്മ മിണ്ടിയില്ല. മമ്മി, ഞാൻ വരാം. മമ്മി തുടങ്ങി വെച്ച് ജോലി തീർക്ക്. ലീന അടുക്കളയിൽ നിന്ന് ഇറങ്ങി. ഇതാ ലീന മുറിയുടെ താക്കോൽ. ശിവൻകുട്ടി താക്കോലുമായി വന്നു. ലീന താക്കോൽ വാങ്ങിയിട്ട് അവളുടെ മുറി തുറക്കാൻ പോയി. ഇരുമ്പുകൾ ഇട്ടിയവര സ്വപ്നലോകത്തായിരുന്നു. ഭൂമുഖത്ത് ആദ്യമുണ്ടായ കൊലപാതകമാണ് ഇട്ടിയവരയുടെ മനസ്സിൽ. കായൻ സഹോദരനായ ആബേലിനെ കാട്ടുകല്ലുകൊണ്ട് ഇടിച്ചു കൊല്ലുന്നു. ആബേലിന്റെ ആർത്തനാദം കേട്ട് ഇട്ടിയവര നെഞ്ചത്തടിച്ചു. അല്പം കഴിഞ്ഞ് ദൈവത്തിന്റെ സ്വരം ഇട്ടിയവര കേട്ടു. നീ എന്താണ് ചെയ്തത്? ഭൂമിയിൽ നിന്ന് നിന്റെ സഹോദരന്റെ രക്തം എന്റെ പക്കലേക്ക് നിലവിളിക്കുന്നു. ആകയാൽ നിന്റെ കരങ്ങളിൽ നിന്ന് സഹോദരന്റെ വായ് തുറന്ന് സ്വീകരിച്ച ഭൂമിയിൽ നീ ശപിക്കപ്പെട്ടവനായിരിക്കും.
വീണ്ടും വീണ്ടും ദൈവത്തിന്റെ ശബ്ദം പ്രതിധ്വനിക്കുന്നു. ഇറ്റിയവര സംഭ്രമത്തോടെ തപ്പി തടഞ്ഞെഴുന്നേറ്റു. കർത്താവേ, കർത്താവേ! അയാൾ മുട്ടിമേൽ വീണു. ഞാനും കൂട്ടുനിന്നു. സഹോദരങ്ങൾ സഹോദരനെ കൊന്നപ്പോ അവരുടെ അപ്പനായി ഞാനും കൂട്ടുചേർന്നു. ഞാനും ശപിക്കപ്പെട്ടവനാ അല്ലേ? അപ്പോഴാണ് ഇരുമ്പുകൾ വീട്ടിലാകെ കേൾക്കുന്ന ആ നിലവിളി ഉയർന്നത്. ആ നിലവിളി തന്റെ സ്വപ്നത്തിന്റെ അവശിഷ്ടമാണെന്ന ധാരണയിൽ ഇട്ടിയവര കർത്താവെ കർത്താവെ എന്ന് വിളിച്ച് നെഞ്ചിലടിച്ചുകൊണ്ടിരുന്നു. കുറെ കഴിഞ്ഞാണ് കരച്ചിലിന്റെ ശബ്ദം ഇട്ടിയവര വേർതിരിച്ചറിഞ്ഞത്. അതൊരു സ്ത്രീ ശബ്ദമാണ്. അത് അത് ഇട്ടിയവര വളരെ ക്ലേശിച്ച് എഴുന്നേറ്റു. പെണ്ണമ്മയുടെ കരച്ചിലല്ലേ കേട്ടത്? തന്റെ ഭാര്യയ്ക്ക് ഉറക്കെ കരയാൻ അറിയാമോ? അവൾ ഇങ്ങനെ കരയണമെങ്കിൽ? ഇട്ടിയവരയുടെ ശരീരം ഭയം കൊണ്ട് ആടി ഉലഞ്ഞു. അയാൾ തപ്പി തടഞ്ഞ് നടന്നു ചെന്ന് വാതിൽ തുറന്നു. ഒന്നും കാണാനാകുന്നില്ല. ഇരുട്ടിൽ എന്തൊക്കെയോ നിഴലുകൾ. ഇപ്പോൾ പകലാണെന്ന് ഇട്ടിയവരൊക്കെ അറിയാം. പക്ഷെ പകൽ അയാൾക്ക് രാത്രിക്ക് തുല്യം. പെണ്ണമ്മേ! ഇട്ടിയവരയുടെ വിളി ഉയർന്നു. മറുപടിക്ക് കാതോർത്തു. ഇല്ല, മറുപടിയില്ല. കുഞ്ഞുമേരി, എടി ഗ്രേസി! പ്രതികരണമില്ല. ഇവിടെ ആരും ഇല്ലേടി? ഇവിടെ ആരും ഇല്ലേ? ഇട്ടിയവര തപ്പി തപ്പി കട്ടിലിനരികിലെത്തി. മണിക്കയറിൽ പിടിച്ചു. മണി മുഴങ്ങി. ചത്തോ? എല്ലാവരും ചത്തോ? ഇവിടെ ആരും ഇല്ലേടി? മണിയടിക്കുന്നതിനിടയിൽ ഇട്ടിയവര ഭ്രാന്തമായി അലറി. തന്റെ കയ്യിൽ ആരോ ബലമായി പിടിച്ചപ്പോൾ ഇട്ടിയവരയുടെ വിരലുകൾ മണിക്കയറിലെ പിടുത്തം വിട്ടു. ആരാ? ഭയത്തോടെ അയാൾ ചോദിച്ചു. ടോമിച്ചൻ പറഞ്ഞയച്ച ആളാ. സാന്റോ ജേക്കബ് ഇട്ടിയവരയുടെ കയ്യിൽ നിന്ന് പിടിവിടാതെ ശാന്തസ്വരത്തിൽ പറഞ്ഞു. ഇട്ടിയവരെ ഞെട്ടി. ടോമിച്ചൻ? ടോമിച്ചൻ പറഞ്ഞയച്ചെന്നോ? അവൻ അവൻ മരിച്ചു അല്ലേ? ടോമിച്ചനെ കണ്ട് ഒരാൾ നിലവിളിച്ചിട്ടല്ലേ ഈ ബഹളം? മണിയടിച്ച കൊച്ചമ്മയും കുഞ്ഞുമേരിയും ഗ്രേസിയും ഒന്നും വരില്ല. ഞാൻ വരും. എപ്പോഴും ഞാൻ, അല്ലെങ്കിൽ ഞാൻ നിയോഗിക്കുന്ന ആൾ സഹായത്തിനുണ്ടാവും. ടോമിച്ചന് വേണ്ടി, ടോമിച്ചന്റെ ഭാര്യയ്ക്ക് വേണ്ടി, ടോമിച്ചന്റെ മകനു വേണ്ടി. ആരാ ആരാ നീ? ഞാനാണ് സാന്റോ ജേക്കബ്. ഇരുമ്പുങ്കൽ വീട്ടിൽ കുറെ ദിവസത്തേക്ക് ഭരണം നടത്തുന്നത് ഞാനാ. വാ, കിടക്ക്. സാന്റോ ജേക്കബ് ഇട്ടിയവരെ കട്ടിൽ കിടത്തി. വിശക്കുമ്പോ ഞാൻ ആഹാരം കൊണ്ടുവരും. ഇനി കൊച്ചമ്മയ്ക്ക് തൽക്കാലം അതിന് കഴിയുമെന്ന് തോന്നുന്നില്ല. ടോമിച്ചിന്റെ ആത്മാവ് കുറെ കാര്യങ്ങൾ എന്നെ പറഞ്ഞേൽപ്പിച്ചിട്ടുണ്ട്. അത് ചെയ്തു തീർക്കും വരെ ഞാൻ ഇവിടെ ഉണ്ടാവും. സാന്റോ ജേക്കബ് ഇട്ടിയവരുടെ നെഞ്ചി തിരുമി. ഈ ഹൃദയം പെട്ടെന്ന് നിന്നു പോകരുത്, അയാൾ മന്ത്രിച്ചു. ഇത് തന്റെ രണ്ടാം വീടാണ്. തോപ്പിലെ വീട്ടിൽ തനിക്ക് വേണ്ടിയുള്ള മുറി തുറക്കുമ്പോൾ ലീന ഓർത്തു. മുറിയിൽ കിടന്ന അവൾ ജനലുകൾ തുറന്നിട്ടു. ദിവസങ്ങളായി തുറക്കാത്തതിനാൽ മുറിക്കുള്ളിൽ ജീർണ ദുർഗന്ധമുണ്ട്. ലീന മുറി വൃത്തിയാക്കി. അവളുടെ കുറെ വസ്ത്രങ്ങൾ അതിനുള്ളിലുണ്ട്. പൊടി പിടിച്ച ബാഗ് എടുത്ത് വൃത്തിയാക്കിയിട്ട് വസ്ത്രങ്ങൾ അതിനുള്ളിൽ അടുക്കി. കിടക്കയിലെ ഷീറ്റ് കുടഞ്ഞു വിരിച്ചു. ഇനി ഈ മുറിയിലേക്ക് എന്താണ് വരികയെന്ന് അറിഞ്ഞുകൂടാ. ജോണുകൾ തീരുമാനിക്കുന്നത് പോലെയാണ് എല്ലാം. വത്സമ്മ അടുക്കള ജോലികൾ ഒതുക്കിയിട്ട് വരുമ്പോൾ ലീന അവളുടെ മുറി ഭംഗിയായി ക്രമീകരിച്ചു കഴിഞ്ഞിരുന്നു. വത്സമ്മ വാതിൽക്കൽ നിൽക്കുന്നത് കണ്ട് ലീന സന്തോഷത്തോടെ ചെന്ന് വത്സമ്മയുടെ കൈകളിൽ പിടിച്ച് അകത്തേക്ക് സ്വീകരിച്ചു. വാ മമ്മി, ഇതായിരുന്നു എന്റെ മുറി. ഇനി എന്റേതെന്ന് പറയാനാവില്ല. ഞാനിവിടെ അന്യായതുപോലെ, ലീന പറഞ്ഞു. ലീന അന്യായെങ്കിൽ പിന്നെ ഞങ്ങളൊക്കെയോ? ഇനി ഇവിടെ എനിക്ക് ജോലിയൊന്നുമില്ലെന്ന് അറിയാവുന്നതുകൊണ്ട് പറഞ്ഞതാണ്. ഡാനിയെ ശുശ്രൂഷിക്കുക മാത്രമല്ലായിരുന്നു ലീനയുടെ ജോലി എന്നാണ് ഞാൻ അറിഞ്ഞത്. ജോണങ്ങളുടെ പകരക്കാരിയാണ് ലീന എന്നാണല്ലോ ഞാൻ കേട്ടത്. സർവ്വ അധികാരങ്ങളും ലീനയ്ക്ക് ഉണ്ടായിരുന്നുവെന്ന് ശിവൻകുട്ടി പറഞ്ഞു. അതെ, അങ്ങനൊക്കെ ആയിരുന്നു. പിന്നെന്താ ലീനയ്ക്കിപ്പോ ഒരു സംശയം? ജോണങ്ങളുടെ തീരുമാനം എന്താണെന്ന് അറിയില്ല. മമ്മി ഇരിക്കെ. ലീന വത്സമയെ കിടക്കയിലിരുത്തി. അവൾ വത്സമയുടെ അടുത്ത് തറയിലിരുന്നു. ഇതെന്താ ലീനെ, കട്ടിലേക്ക് കയറിയിരിക്കെ. വത്സമ്മ വെപ്രാളപ്പെട്ട് പറഞ്ഞു. വേണ്ട, ഞാൻ ഇവിടെ ഇരുന്നോളാം. ലീന കിടക്കയിൽ ഭാരം അർപ്പിച്ച് മുഖം മുകളിലേക്ക് ഉയർത്തി വത്സമ്മയുടെ മുഖത്ത് മിഴികൾ ഉറപ്പിച്ചു. ഇങ്ങനെ ഇരുന്നുകൊണ്ട് മമ്മിയുടെ മുഖത്ത് നോക്കുമ്പോ ഒരു സുഖം. ലീന എന്തൊക്കെയായി പറയുന്നത്? മമ്മിക്ക് അറിയാലോ, എനിക്ക് എന്റെ അമ്മയെ കുറിച്ചുള്ള ഓർമ്മ പോലും ഇല്ല. ആനി ചേച്ചി അറിയില്ലേ, എന്റെ ചേട്ടന്റെ ഭാര്യ? ചേട്ടൻ ആനി ചേച്ചിയെ കല്യാണം കഴിച്ചപ്പോ ഞാൻ എന്തുമാത്രം സന്തോഷിച്ചെന്നോ. അമ്മയില്ലാത്ത ഞാൻ ചേച്ചിയെ അമ്മയായി കണ്ടു. വർഷങ്ങൾക്ക് ശേഷം എനിക്ക് അമ്മയെ കിട്ടിയതുപോലെ ഞാൻ തുള്ളിച്ചാടി നടന്നു. പിന്നെ ഇപ്പോ ഈ മമ്മിയെ കണ്ടപ്പോ യഥാർത്ഥത്തിൽ ഇതാണ് എന്റെ മമ്മി എന്നൊരു തോന്നൽ. ലീനയുടെ സ്വരമിടറി. അവളുടെ കണ്ണുകളിൽ നിന്നും നീർത്തുള്ളികൾ അടർന്നു വീണു. മോളെ, വത്സമ്മ വിളിച്ചു. ശക്തമായ ഉൾപ്രേരണയാൽ ലീനയുടെ ശിരസിൽ തലോടി. വത്സമ്മയുടെ കണ്ണുകൾ നനയുന്നത് ലീന കണ്ടു.
ഞാൻ പിന്നെയും മമ്മിയെ സങ്കടപ്പെടുത്തിയല്ലേ? ലീന ചിരിക്കാൻ ശ്രമിച്ചു. പക്ഷെ ചില അവസരങ്ങളിലല്ലേ മനസ്സ് തുറന്ന് കാണിക്കാൻ പറ്റൂ. മമ്മിയെ കണ്ടപ്പോ മുതൽ എന്റെ മനസ്സിലുണ്ടായ മാറ്റം എത്ര നാൾ എനിക്ക് മറച്ചു വയ്ക്കാൻ നോക്കും? കേൾക്കുന്നവർക്ക് വിശ്വസിക്കാൻ പറ്റില്ല. എന്നാലും ഞാൻ പറഞ്ഞത് സത്യമാണ്. ആദ്യത്തെ കൂടിക്കാഴ്ചയിൽ തന്നെ ചിലർക്ക് ചിലരോട് ഇഷ്ടം തോന്നില്ലേ? ഇതങ്ങനെയാണ്. എനിക്ക് മമ്മിയുടെ കഥ അറിയണം. ഞാനിങ്ങനെ തന്നെ ഇരുന്ന് എല്ലാം കേട്ടോളാം. മമ്മി പറയില്ലേ? പറയാൻ ഒത്തിരി ഉണ്ടല്ലോ ലീനെ. എത്ര നേരം വേണേലും ഞാൻ കേട്ടിരിക്കാം. മമ്മി ഇവിടെ എന്റെ അടുത്താണെന്ന് അറിഞ്ഞ ആരും ശല്യപ്പെടുത്താൻ വരില്ല. വിഷമ കണ്ണുകൾ അടച്ചിരുന്നു. ലീനയുടെ കണ്ണുകൾ ആ മുഖത്ത് നിന്ന് തെന്നി മാറുന്നതേയില്ല. വികാര വിക്ഷോഭത്താൽ വത്സമ്മയുടെ മുഖത്തെ മാംസപേശികൾ ചലിക്കുന്നത് ലീന കണ്ടു. വത്സമ്മ പതിയെ കണ്ണുകൾ തുറന്ന് ലീനയെ നോക്കി. വിടർന്ന പുഞ്ചിരിയുമായി തറയിലിരുന്ന് തന്നെ നോക്കുന്ന ആ പെൺകുട്ടി, അവളുടെ നിഷ്കളങ്കത വത്സമ്മയുടെ മനസ്സിൽ കുളിരു കോരിയിട്ടു. ഒരു പെൺകുഞ്ഞിനെ പ്രസവിച്ച് വളർത്താൻ അവസരം കിട്ടാത്ത തനിക്ക് സ്വന്തം മകൾക്ക് കൊടുക്കുന്ന സ്നേഹം പകരാൻ ഇവളെ ദൈവം ഇത്രയും കാലം എവിടെയോ കാത്തു സൂക്ഷിക്കുകയായിരുന്നു എന്ന് വത്സമ്മയ്ക്ക് തോന്നി. വത്സമ്മ സ്വന്തം ജീവിതകഥയുടെ തിരശീല ഉയർത്തി. ഇരുമ്പുകളെ ടോമിച്ചനോടുള്ള അടുപ്പം എന്നാണ് മനസ്സിൽ ജനിച്ചതെന്ന് വത്സമ്മയ്ക്ക് അറിയില്ല. കൗമാരം കൊഴിയും മുമ്പ് ടോമിച്ചൻ വത്സമ്മയുടെ മനസ്സിൽ സ്ഥാനം പിടിച്ചിരുന്നു. വത്സമ്മ സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കുമ്പോൾ ടോമിച്ചൻ ഡിഗ്രിക്ക് പഠിക്കുകയായിരുന്നു. ഇരുമ്പുകളെ മറ്റംഗങ്ങളെ വെറുത്തിരുന്നവർക്കും ടോമിച്ചനോട് സ്നേഹമായിരുന്നു. പള്ളിയിലെ യുവജന സംഘടനയുടെ നേതൃത്വം ടോമിച്ചനായിരുന്നു. വത്സമ്മ ടൈപ്പ് റൈറ്റിംഗ് പഠിക്കാൻ തുടങ്ങിയപ്പോഴാണ് ടോമിച്ചനുമായി കൂടുതൽ അടുത്തത്. ഉള്ളിൽ ഭയമുണ്ടായിരുന്നു. ഈ ബന്ധം എവിടെ ചെന്നാണ് അവസാനിക്കുക? കാളമാർക്കോച്ചന്റെ മകളെ ഭാര്യയാക്കുവാൻ ഇരുമ്പുങ്കൽ ഇട്ടിയവര മകന് സമ്മതം കൊടുക്കുമോ? കാളമാർക്കോച്ചനും ഇരുമ്പുങ്കൽ ഇട്ടിയവരച്ഛനും ബദ്ധശത്രുക്കളാണ്. വർഷങ്ങളായി നിലനിൽക്കുന്ന പക. വത്സമ്മയുടെ മൂത്ത സഹോദരങ്ങളായ ഓനച്ചനും കറിയക്കുട്ടിയും ഇരുമ്പുങ്കൽ കുടുംബത്തെ വെല്ലുവിളിച്ചുകൊണ്ട് നാട്ടുകാരെ ഭയപ്പെടുത്തി ജീവിക്കുന്ന കാലം. കള്ളുഷാപ്പുകളിലും ചാരായക്കടകളിലും ഓനച്ചനും കറിയാക്കുട്ടിയും രാജാക്കളായി. ഇരുമ്പുങ്കലെ രാജനും റോബിനും ഓനച്ചനെയും കറിയാക്കുട്ടിയെയും തകർക്കുവാൻ പരിപാടികൾ തയ്യാറാക്കി. ടോമിച്ചൻ മാത്രം ഒന്നിനും പോയില്ല. മറ്റുള്ളവർക്ക് മാതൃകയാകുന്ന ജീവിതം. ടോമിച്ചനും വത്സമ്മയും തമ്മിലുള്ള അടുപ്പം ഓനാച്ചനും കറിയാക്കുട്ടിയും അറിഞ്ഞു. അവർ ഉറഞ്ഞു തുള്ളി. എടി, നിനക്ക് പ്രേമിക്കാൻ ഇരുമ്പുങ്കലെ അവന് മാത്രമേ കിട്ടിയുള്ളൂ. ഒറ്റ പെങ്ങളാണെന്ന് കരുതില്ല, വെട്ടി തുണ്ടം തുണ്ടമാക്കും. മാർക്കോച്ചനും ആ അറിവ് അസഹനീയമായിരുന്നു. ഇതിനാണോടി ഞാൻ നിന്നെ വളർത്തിയത്? ശത്രുവിന്റെ മകന്റെ കൂടെ ജീവിച്ച് ഞങ്ങളെ അപമാനിക്കാനാണോടി? അന്ന് രാത്രിയിൽ കരഞ്ഞു തളർന്നു കിടന്ന വത്സമ്മയോട് അമ്മ പറഞ്ഞു, മോളെ, ടോമിച്ചനെ മറന്നേക്ക്. അല്ലാതെ നിനക്ക് രക്ഷയില്ല. നിന്നെ സഹായിക്കാൻ ആരുണ്ട്? ഇവിടെയുമില്ല, അവിടെയുമില്ല. ടോമിച്ചൻ നിന്നെയും കൂട്ടി ഇരുമ്പുങ്കിലേക്ക് ചെന്ന അവിടെയുള്ളവർ നിന്നെ ജീവിക്കാൻ അനുവദിക്കുമോ? എനിക്ക് ആകെ പേടിയാവുന്നു മോളെ. നീ എന്ത് വിചാരിച്ചാ ടോമിച്ചനെ സ്നേഹിച്ചത്? വത്സമ്മ ശബ്ദമടക്കിയുള്ള കരച്ചിൽ തുടർന്നതല്ലാതെ ഒന്നും പറഞ്ഞില്ല. ടോമിച്ചനും വത്സമ്മയും വികാരിയച്ഛനെ കണ്ട് തങ്ങളുടെ ആഗ്രഹവും തീരുമാനവും അറിയിച്ചു. എന്തെല്ലാം പ്രതിബന്ധങ്ങൾ ഉണ്ടായാലും അവർ പിരിയില്ലെന്ന് അദ്ദേഹത്തിന് ബോധ്യമായി. വികാരിയച്ഛൻ എത്തിയവരെയും മാർക്കോച്ചനെയും പലവട്ടം കണ്ടു. ഇരു കൂട്ടരും ചെറുത്തു നിന്നു. അവർ പ്രായപൂർത്തിയായവരാണ്. വിവാഹിതരാകാൻ അവർക്ക് പൂർണ്ണ സമ്മതമാണെങ്കിൽ എനിക്ക് എതിരെ നിൽക്കാൻ പറ്റില്ല. അവരുടെ വിവാഹം പള്ളിയിൽ വെച്ച് തന്നെ നടക്കും. അതിനു വേണ്ടതൊക്കെ ഞാൻ ചെയ്യും, അച്ഛൻ പറഞ്ഞു. എന്റെ സമ്മതമില്ലാതെ അച്ഛൻ എന്റെ മകന് വിവാഹം നടത്തി കൊടുക്കുമെന്നോ? ഇട്ടിയവര ഭീഷണിയുടെ സ്വരത്തിൽ ചോദിച്ചു. വിവാഹത്തിന് വരന്റെയും വധുവിന്റെയും സമ്മതമാണ് ആവശ്യം. മാതാപിതാക്കളുടെ അനുഗ്രഹവും ആഗ്രഹിക്കുന്നു. ഇത് നടത്തിയിട്ട് അച്ഛൻ ഈ ഭൂമുഖത്ത് തന്നെ ഉണ്ടാവില്ലേ? പേടിപ്പിക്കാതെ ഇട്ടിയവരച്ച. അധർമ്മത്തെയും അനീതിയെയും പേടിച്ച് ഒരു വൈദികന് ജീവിക്കാനാവില്ല. ഇടവകക്കാരിൽ ബഹുഭൂരിപക്ഷവും ടോമിച്ചന്റെയും വത്സമ്മയുടെയും വിവാഹത്തിന് അനുകൂലമാണെന്നും തങ്ങൾ കൂടുതൽ ഒറ്റപ്പെടുകയാണെന്നും ഇട്ടിയവരയ്ക്കും രാജനും റോബിനും മനസ്സിലായി. പ്രശ്നം പള്ളി യോഗത്തിൽ പോലും ചർച്ച ചെയ്തു. ഇട്ടിയവരയെ ഒറ്റപ്പെടുത്താൻ തരം പാർത്തിരുന്നവർ ടോമിച്ചന് പിൻബലം കൊടുത്തു. ഒരു ദിവസം രാവിലെ 12ഓളം വാഹനങ്ങൾ കാളമാർക്കൊച്ചിന്റെ വീട്ടിലെത്തി. കാറുകളിലും ജീപ്പുകളിലുമായി നാട്ടുകാർ ടോമിച്ചനെയും കൊണ്ട് വന്നതാണ്. ഓനച്ചനും കറിയാക്കുട്ടിയും വീട്ടിലില്ലായിരുന്നു. മാർക്കോച്ചനും ഭാര്യയും ഭയന്നു നിൽക്കുമ്പോൾ ടോമിച്ചൻ മാത്രം മുറ്റത്തെത്തി. എന്നോട് ക്ഷമിക്കണം. നിങ്ങളുടെ മനസ്സ് മുറിപ്പെടുത്തുന്നത് നന്മയ്ക്ക് വേണ്ടി മാത്രമാണെന്ന് വിചാരിക്കുക. എന്നെ ശപിക്കാതെ അനുഗ്രഹിക്കണം. വത്സമയും അനുഗ്രഹിച്ച് എന്റെ കൂടെ പറഞ്ഞയക്കണം. ഞങ്ങളുടെ വിവാഹം ഇന്ന് 10:30 മണിക്ക് പള്ളിയിൽ ആശീർവദിക്കപ്പെടുകയാണ്. ഈ ചാച്ചനും അമ്മയും
പിണക്കങ്ങളെല്ലാം മറന്ന് പള്ളിയിലേക്ക് വരണമെന്ന് ഞാൻ അപേക്ഷിക്കുകയാണ്. ഹോ, ഇറങ്ങിപ്പോടാ. മാർക്കോച്ചന്റെ കോപം തിളച്ചു തൂവി. ഞാൻ പോകാം, വത്സമ്മയെയും കൊണ്ട്. നോക്കൂ, നാട്ടുകാർ എന്റെ കൂടെ വന്നത് എന്തിനാണെന്ന് പ്രത്യേകം പറയണോ? അകത്തെല്ലാം കേട്ടുനിന്ന് വത്സമ്മ ആകെ വിഷമത്തിലായി. ടോമിച്ചൻ ഇങ്ങനെ വരുമെന്ന് പ്രതീക്ഷിച്ചതേയില്ല. പള്ളിയിൽ 3 പ്രാവശ്യം വിളിച്ചു ചൊല്ലി കല്യാണം നടത്തുമെന്നാണ് ടോമിച്ചൻ പറഞ്ഞിരുന്നത്. ഇപ്പോഴെന്താ ഇങ്ങനെ? മനസ്സമ്മതം പള്ളിയിൽ വെച്ച് നടന്നിട്ടേയില്ല. വികാരിയച്ഛൻ പ്രത്യേക അനുവാദം വാങ്ങിയിരിക്കും. വത്സമേ, പൂർണ്ണമായ സമ്മതമുണ്ടെങ്കിൽ മാത്രം ഇറങ്ങി വാ. ഇപ്പോൾ ധരിച്ചിരിക്കുന്ന അതേ വേഷത്തിൽ. ടോമിച്ചൻ ക്ഷണിച്ചു. അമ്മ മുറ്റത്ത് നിന്ന് ഓടിക്കയറി വന്നു. നിനക്ക് ഇഷ്ടമാണെങ്കിൽ പൊയ്ക്കോ മോളെ, ദൈവനിശ്ചയം തടയാൻ ആർക്കും കഴിയില്ല, അമ്മ ചെവിയിൽ പറഞ്ഞു. വത്സമ്മ പിന്നെ ഒന്നും ആലോചിച്ചില്ല. അവൾ ഓടിയിറങ്ങി. മാർക്കോച്ചൻ സ്തബ്ധനായി നിന്നു. ഒരു വീട്ടിൽ കല്യാണ വസ്ത്രങ്ങളും ആഭരണങ്ങളും ഒരുക്കി വെച്ചിരുന്നു. കല്യാണപ്പെണ്ണ് ആ വീട്ടിൽ അണിഞ്ഞൊരുങ്ങി. ടോമിച്ചനും വത്സമ്മയും വിവാഹിതമായ വാർത്ത ഇരുമംഗലെത്തി. വീട്ടിൽ നിന്ന് കുറെ അകന്നു മാറിയുള്ള തേങ്ങാപ്പുര ടോമിച്ചൻ ജോലിക്കാരെ കൊണ്ട് വൃത്തിയാക്കിയിരുന്നു. അതിന്റെ താക്കോലും ടോമിച്ചന്റെ പക്കലാണ്. അതിനുള്ളിൽ എന്തൊക്കെയാണ് ചെയ്തതെന്ന് ഇട്ടിയവർ അന്വേഷിച്ചു. തേങ്ങാപ്പുരയിൽ അടുക്കളയും കിടപ്പുറയും സജ്ജീകരിച്ചിരുന്നു. വീട്ടുവേലക്കാർ ഉപയോഗിച്ചിരുന്നതായ കുളിമുറിയും കക്കൂസും അതിനടുത്ത് തന്നെ ഉണ്ടായിരുന്നു. നവദമ്പതികളുടെ ജീവിതം വെല്ലുവിളികൾക്ക് നടുവിൽ ആ തേങ്ങാപ്പുരയിൽ ആരംഭിച്ചു. വത്സമ്മയ്ക്ക് എന്നും ഭയമായിരുന്നു. ടോമിച്ചൻ ഇല്ലാത്തപ്പോൾ അവൾ മുറ്റത്തേക്ക് പോലും ഇറങ്ങിയില്ല. വീട് പൂട്ടി അകത്തിരിക്കും. നാളുകൾ കഴിഞ്ഞ് വത്സമ്മ ഗർഭിണിയായി. ആരും വത്സമ്മയുമായി സഹകരിക്കുന്നില്ല. ഇരുമ്പുകളെ ജോലിക്കാർ വത്സമ്മയുമായി മിണ്ടിപ്പോകരുതെന്നായിരുന്നു പെണ്ണമ്മയുടെ കൽപ്പന. വത്സമ്മയുടെ സഹായത്തിനായി ടോമിച്ചൻ ഒരു സ്ത്രീയെ വീട്ടുവേലയ്ക്കായി കൊണ്ടുവന്നു. പാടത്തു നിന്നും വീതപ്രകാരം തനിക്ക് കിട്ടേണ്ട നെല്ല് ടോമിച്ചൻ കൊയ്തെടുത്തു. പുരയിടത്തിൽ നിന്നും തനിക്ക് അർഹതപ്പെട്ട തേങ്ങ ആരെയും വകവയ്ക്കാതെ പറിച്ചെടുത്തു. തേങ്ങയിടുവാൻ പുറത്തുനിന്നാണ് തൊഴിലാളികളെ കൊണ്ടുവന്നത്. ടോമിച്ചനോടുള്ള സ്നേഹം ഉള്ളിലുണ്ടായിരുന്നതിനാൽ നാട്ടിലെ തൊഴിലാളികൾ എതിർത്തില്ല. രാജനും റോബിനും മദ്യപിച്ച് ലക്കില്ലാതെ തേങ്ങാപ്പുരയ്ക്ക് മുന്നിലെത്തി പലവട്ടം അസഭ്യങ്ങൾ പറയുകയും വധഭീഷണി മുഴക്കുകയും ചെയ്തു. ഏറ്റുമുട്ടൽ ഒഴിവാക്കാൻ ടോമിച്ചൻ ശ്രദ്ധിച്ചു. കവലകളിൽ ഓനച്ചനും കറിയാക്കുട്ടിയും ഇരുമ്പുങ്ങൽക്കാരെ വെല്ലുവിളിച്ചു. എങ്കിലും ടോമിച്ചനെ നേരിൽ കണ്ടപ്പോഴൊന്നും അവർ ഏറ്റുമുട്ടലിന് തയ്യാറായില്ല. ആശുപത്രിയിൽ വെച്ച് വത്സമ്മ ഒരു ആൺകുഞ്ഞിന്റെ അമ്മയായി. ബന്ധുക്കളുടെ സാമീപ്യം കൊതിച്ച നാളുകൾ. തന്റെ ആങ്ങളമാർ താൻ അമ്മയായ വിവരമറിഞ്ഞ് കുഞ്ഞിനെ കാണാൻ ആശുപത്രിയിൽ വരുമെന്ന് പ്രതീക്ഷിച്ചു. തന്നെ അതുപോലെ സ്നേഹിച്ചവരാണ് അവർ. അമ്മയ്ക്ക് വരാൻ ആഗ്രഹമുണ്ടെങ്കിലും സാധിക്കില്ലെന്നറിയാം. നാട്ടുകാർ പലരും വത്സമ്മയെയും കുഞ്ഞിനെയും കാണാൻ വന്നെങ്കിലും ബന്ധുക്കൾ ആരും വന്നില്ല. വീണ്ടും മാസങ്ങൾ കൊഴിഞ്ഞു. ഒരു ദിവസം രാത്രിയിൽ പള്ളിയിലെ കപ്പ്യാരും 3 കമ്മിറ്റിക്കാരും വാതിലിൽ മുട്ടി വിളിച്ചു. ടോമിച്ചൻ അവിടെ ഇല്ലായിരുന്നു. വത്സമ്മ ജനൽ തുറന്ന് നോക്കി. വത്സമ്മ, ഞങ്ങളാ. എന്താ ഈ നേരത്ത്? വാതിൽ തുറന്ന്. വത്സമ്മ വാതിൽ തുറക്കുന്നതിനിടയിൽ ഉറങ്ങിക്കിടന്ന ജെറി ഞെട്ടി ഉണർന്ന് കരഞ്ഞു. കാറ് കൊണ്ടുവന്നിട്ടുണ്ട്, നമുക്ക് ആശുപത്രിയിലേക്ക് പോവാം. എന്താ, എന്തു പറ്റി? ടോമിച്ചന് 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 എല്ലാം പറയാം. വത്സമ്മ വന്നേ. ആദ്യോടെ ജെറിയെ വാരി എടുത്തുകൊണ്ട് വത്സമ്മ പുറത്തിറങ്ങി. വേലക്കാരി അപ്പോൾ കണ്ണു തിരുമ്മി എഴുന്നേറ്റ് വരുന്നതേ ഉള്ളൂ. കാർ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ വത്സമ്മ ചങ്കിലിടിച്ച് കരയുകയായിരുന്നു. പിറ്റേന്ന് വത്സമ്മ ബോധം മറ്റു കിടക്കുമ്പോൾ ടോമിച്ചന്റെ മൃതശരീരം ഇരുമ്പുകളെ വീട്ടുമുറ്റത്തു നിന്ന് പള്ളിയിലേക്ക് എടുത്തു. മരിച്ചു കഴിഞ്ഞപ്പോൾ ടോമിച്ചന് അവകാശികൾ ഏറെ ഉണ്ടായി. വത്സമ്മയും കുഞ്ഞും അപ്പോഴും ആ തേങ്ങാപ്പുരയിൽ തന്നെയായിരുന്നു. ടോമിച്ചനെ കൊലപ്പെടുത്തിയ കുറ്റം ചുമത്തി ഓനച്ചനെയും കറിയാക്കുട്ടിയെയും പോലീസ് അറസ്റ്റ് ചെയ്തു. ചേച്ചി, വിളി കേട്ട വത്സമ്മയും ലീനയും വർത്തമാനകാലത്തിലേക്ക് വന്നു. വത്സമ്മ സംസാരം നിർത്തി. ശിവൻകുട്ടി എന്തോ അത്യാവശ്യം അറിയിക്കാനെന്ന പോലെ വാതിൽക്കൽ നിൽക്കുന്നു. വണ്ടിയുണ്ട്, ഉടനെ പോണം. മുഖവരി ഒന്നുമില്ലാതെ ശിവൻകുട്ടി പറഞ്ഞു. എങ്ങോട്ട്? ഹോസ്പിറ്റലിലേക്ക്. അവിടെ ഒരാളെ ശുശ്രൂഷിക്കുന്ന ചുമതല ചേച്ചി ഏൽക്കണമെന്ന് ജോണങ്ങളുടെ നിർദ്ദേശം കിട്ടിയിരിക്കുന്നു. വത്സമ്മയും ലീനയും വിസ്മയത്തോടെ എഴുന്നേറ്റു. ആരാണ് ഹോസ്പിറ്റൽ? വത്സമ്മ ചോദിച്ചു. ചേച്ചിയുടെ അമ്മായിയമ്മ, ഇരുമ്പുകളെ കൊച്ചമ്മ, ശിവൻകുട്ടി പറഞ്ഞു. ഇട്ടിയവര ഉറക്കത്തിൽ നിന്ന് ഉണർന്നു. പ്രഭാത ഭക്ഷണത്തിന് ശേഷം ഉറങ്ങാൻ കിടന്നതാണ്. സാന്റോ ജേക്കബ് ആ വീടിന്റെ നിയന്ത്രണം ഏറ്റെടുത്തിട്ടുണ്ടെന്ന് അറിഞ്ഞിട്ടും ഇട്ടിയവര സുഖമായി ഉറങ്ങി. രാത്രിയിലും നല്ല ഉറക്കമായിരുന്നു. പേടിക്കണ്ട, തൽക്കാലം ഞാൻ ഇവിടേക്ക് ഉണ്ടാവും. ഇട്ടിയവരാച്ചൻ വിളിക്കുന്നതിന് മുമ്പ് ആവശ്യങ്ങൾ മനസ്സിലാക്കി ഞാൻ ഈ മുറിയിലെത്തും. സാന്റോ ജേക്കബ് ഇന്നലെ പറഞ്ഞ വാക്കുകൾ ഇട്ടിയവര ഓർത്തു. പറഞ്ഞതുപോലെ അയാൾ പ്രവർത്തിച്ചു.
വിളിക്കാൻ ആഗ്രഹിച്ച നേരത്തൊക്കെ അയാൾ മുറിയിലെത്തി. സമയത്തിന് ആഹാരവും കാപ്പിയും എല്ലാം കൊണ്ടുവന്നു. രാത്രിയിൽ എഴുന്നേറ്റ് ബാത്റൂമിൽ പോകുന്ന പതിവുണ്ട്. ആ നേരത്തും സാന്റോ ജേക്കബ് മുറിയിൽ വന്നു. ബാത്റൂമിൽ പോകാൻ ഒരാളുടെ സഹായം ആവശ്യമാണ്. രാവിലെയും അയാൾ സഹായത്തിനുണ്ടായിരുന്നു. ആഹാരം കഴിപ്പിച്ചിട്ടാണ് അയാൾ മുറിയിൽ നിന്ന് പോയത്. അയാളുടെ വരവ് കൊല്ലാനോ വളർത്താനോ? ഇട്ടിയവര ചിന്തിച്ചു. ടോമിച്ചൻ അയാളെ പറഞ്ഞയച്ചതാണ് പോലും. മരിച്ചുപോയ തന്റെ മകൻ ടോമിച്ചൻ, കൊല്ലപ്പെട്ട ടോമിച്ചൻ, ടോമിച്ചവനെ കൊന്നവനാണ് സാന്റോ ജേക്കബ്. അയാളെ ടോമിച്ചന്റെ ആത്മാവ് ഇങ്ങോട്ട് പറഞ്ഞയച്ചെന്നു. സാന്റോ ജേക്കബിന്റെ വാക്കുകൾ ഇട്ടിയവരയുടെ കാതുകളിൽ മുഴങ്ങി. കൊച്ചമ്മയുടെ ആഗ്രഹപ്രകാരം തെക്കേ പറമ്പ് ഇട്ടിയവരാച്ചൻ കൊടുത്തിട്ടില്ലെന്ന് എനിക്കറിയാം. രാജനും റോബിനും അതിന് അർഹതയില്ലെന്ന് ഇപ്പൊ തോന്നിയിട്ടുണ്ട് അല്ലേ? അതിന് അർഹതയുള്ള ഒരേ ഒരാളാണ് ടോമിച്ചൻ. ടോമിച്ചനാണ് അത് കിട്ടേണ്ടത്. അതിന് ടോമിച്ചൻ? ഞെട്ടലോടെ ചോദിച്ചപ്പോൾ അയാളുടെ ചുണ്ട് തന്റെ കാതിനോട് ചേർന്നു. ടോമിച്ചൻ ഇനി ഒരിക്കലും മടങ്ങിവില്ലെന്ന് എനിക്കറിയാം. ടോമിച്ചനെ കൊന്ന എന്നോട് അത് പ്രത്യേകം പറയണോ? ഇട്ടിയവരാച്ചനും കൊച്ചമ്മയ്ക്കും രാജനും റോബിനും വേണ്ടിയാണ് അന്ന് ഞാൻ ആ ക്രൂരകൃത്യം ചെയ്തത്. കോടതിയിൽ ഞാൻ ആ കുറ്റം സമ്മതിച്ചപ്പോ നിങ്ങളുടെ ആരുടെയും പേര് പറഞ്ഞില്ല. എല്ലാ കേസുകൾക്കുമായി ഒരൊറ്റ ജീവപര്യന്തമാണ് എനിക്ക് കിട്ടിയത്. പലതിനും തെളിവില്ലായിരുന്നു. അതിലൊന്നായിരുന്നു ടോമിച്ചന്റെ കൊലപാതകവും. ടോമിച്ചനെ കൊന്നതിന്റെ പേരിൽ കാള സഹോദരന്മാരെ പ്രതി ചേർത്ത് കേസുണ്ടാക്കിയിട്ട് അവർ നിഷ്പ്രയാസം ഇറങ്ങിപ്പോന്നത് അതുകൊണ്ടാണല്ലോ. എന്തിനാ പഴംപുരാണം പറയുന്നത്? ഒരു മുന്നറിയിപ്പ് മാത്രം. ആ കേസ് ഇനിയും പൊക്കിയെടുക്കുമെന്നല്ല, വേറെ എത്ര കേസുകൾ നിങ്ങൾക്കെതിരെ ഉണ്ടാക്കുവാൻ എനിക്ക് കഴിയുമെന്ന മുന്നറിയിപ്പ്. ജേക്കബേ, പേടിക്കണ്ട, ഞാൻ ഒന്നിനും പോകുന്നില്ല. ഞാൻ ശ്രമിക്കാതെ തന്നെ രാജനും റോബിനും കൊടുങ്ങും. അവരിനി ഇരുമ്പുകൾ കുടുംബത്തിൽ താമസിക്കില്ല. നീ നീ എന്താ പറയുന്നത്? ഇട്ടിയവരാച്ചൻ പേടിക്കണ്ട. രാജനെയും റോബിനെയും ഇപ്പോ ഇട്ടിയവരാച്ചൻ വെറുക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. ഇട്ടിയവരാച്ചൻ ഇതൊക്കെ അനുഭവിക്കണം. മക്കളെ നേർവഴിക്ക് നടത്തുന്നതിന് പകരം അവരെ കൊണ്ടുപോയത് എങ്ങോട്ടൊക്കെയാ? അനുഭവിച്ചു തീരുന്നതിന് മുമ്പ് ടോമിച്ചന്റെ ആവശ്യം നടക്കണം. ടോമിച്ചൻ ജീവിച്ചിരിപ്പില്ലാത്തവരുടെ കാര്യം തിരിച്ചറി പറയുന്നത് എന്തിനാ? ടോമിച്ചന്റെ ഭാര്യയും മകനും ജീവിച്ചിരിക്കുന്നു. തെക്കേപ്പറമ്പ് അവർക്കുള്ളതാ. ആ ഭൂമി ഇട്ടിയവരാച്ചൻ അവർക്ക് എഴുതി കൊടുക്കും. അത് നീയാണോ തീരുമാനിക്കുന്നത്? ചൂടാകാതെ. സാന്റോ ജേക്കബിന്റെ അടുത്ത് വേല ഫലിക്കില്ലെന്ന് അറിയാമല്ലോ. ഇട്ടിയവരാച്ചൻ ഇഷ്ടദാനമായ ആധാരം എഴുതും. എഴുതിയില്ലെങ്കിൽ? സാന്റോ ജേക്കബിന്റെ മുന്നറിയിപ്പ് സൃഷ്ടിച്ച ഞെട്ടലോടെയാണ് ഇട്ടിയവര രാത്രിയിൽ ഉറക്കമായത്. പിന്നെയും അയാളുടെ സമീപം അറിഞ്ഞപ്പോഴെല്ലാം ഞെട്ടിവിറച്ചു. അയാൾ ഇപ്പോഴും ഇവിടെ ഉണ്ടാകുമോ? രാവിലെ എന്തെങ്കിലും കഴിച്ചാൽ ഉടനെയുള്ള മയക്കം ഇട്ടിയവരയ്ക്ക് പതിവാണ്. അത് കഴിഞ്ഞാണ് ഇപ്പോൾ ഉണർന്നത്. ഇനി ഒരു ചായ കിട്ടുന്ന പതിവുണ്ട്. സാന്റോ ജേക്കബ് എല്ലാ പതിവുകളും മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് ഇതുവരെയുള്ള പെരുമാറ്റം കൊണ്ട് ഇട്ടിയവരയ്ക്ക് ബോധ്യമായി കഴിഞ്ഞു. ചായയുമായി അയാൾ വരുമെന്ന പ്രതീക്ഷയിൽ ഇട്ടിയവരെ കിടന്നു. വളരെ സമയം കഴിഞ്ഞിട്ടും ആരും മുറിക്കുള്ളിലേക്ക് വന്നില്ല. ഇട്ടിയവര അസ്വസ്ഥതയോടെ എഴുന്നേറ്റു. സാന്റോ ജേക്കബിനെ തോൽപ്പിക്കാനായിരിക്കും പെണ്ണമ്മ രോഗം നടിച്ചു കിടക്കുന്നതെന്ന് ഇട്ടിയവരയ്ക്ക് തോന്നി. അയാളുടെ കണ്ണു വെട്ടിച്ച് പെണ്ണമ്മ മുറിയിലെത്തുമെന്നായിരുന്നു ഇട്ടിയവരയുടെ പ്രതീക്ഷ. ആ പ്രതീക്ഷ തെറ്റിയപ്പോഴുണ്ടായ അമർഷം അയാളുടെ മനസ്സിൽ ശക്തി പ്രാപിച്ചു. പെണ്ണമ്മേ! ഇട്ടിയവര ഉറക്കെ വിളിച്ചു. വിളി കേട്ട് പെണ്ണമ്മ വന്നില്ലെങ്കിലും സാന്റോ ജേക്കബ് വരുമെന്ന് ഇട്ടിയവര കരുതി. അയാൾ എഴുന്നേറ്റിരുന്നു. കുറെ നേരം കാത്തിരുന്നിട്ടും ആരും വന്നില്ല. ജേക്കബ് പരിചരണം ഏറ്റെടുത്തതിൽ പിന്നെ ഇട്ടിയവര ആളെ വിളിക്കാൻ മണിയടിച്ചിട്ടില്ല. പക്ഷെ ഇപ്പോൾ അയാൾക്ക് ക്ഷമ നശിച്ചു. അയാൾ മണിക്കയർ തപ്പിപ്പിടിച്ചു. ആരെങ്കിലും വരുന്നുണ്ടോ എന്നറിയാൻ 5 മിനിറ്റ് കൂടി കാത്തു. ഫലമില്ലെന്നായപ്പോ മണിയടിച്ചു. കുറെ നേരം മണി മുഴങ്ങിയിട്ടും ആരും വരാതായപ്പോൾ ഇട്ടിയവര എഴുന്നേറ്റു. ആരുമില്ലേ? ഈ വീട്ടിൽ ആരുമില്ലേ? ഇട്ടിയവര ഏറ്റവും ഉയർന്ന സ്വരത്തെ വിളിച്ചു ചോദിച്ചു. അയാൾ തപ്പി തടഞ്ഞ് വാതിലിൽ എത്തിയപ്പോഴാണ് അറിഞ്ഞത് വാതിൽ തുറന്നു കിടക്കുകയാണെന്ന്. ആരാണ് വാതിൽ തുറന്നിട്ടിട്ട് പോയത്? ഇട്ടിയവരയിൽ കോപം ജനിച്ചു. ആരെങ്കിലും വരുമ്പോ മാത്രം തുറക്കുന്ന മുറിയാണ്. ഇട്ടിയവര വാതിലിൽ പിടിച്ചു നിൽക്കുമ്പോൾ പട്ടികൾ കുരച്ചു. പരിസരം നടക്കുന്ന കുര. ഒരു വാഹനത്തിന്റെ ഇരമ്പൽ ശബ്ദവും അതോടൊപ്പം കേട്ടു. ഏതോ വാഹനം ഗേറ്റിങ്കിൽ നിർത്തി. പട്ടികൾ നിർത്താതെ കുരയ്ക്കുകയാണ്. മണൽ വിരിച്ച മുറ്റത്തുകൂടി ആരൊക്കെയോ നടന്നു വരുന്നുണ്ടെന്ന് ഇട്ടിയവർ അറിഞ്ഞു. ഇവിടെ ആരുമില്ലേ? മുറ്റത്ത് നിന്ന് ചോദ്യമുയർന്നു. കാഴ്ചയില്ലാത്ത ഒരുത്തൻ പർവ്വതം പോലെ ഇവിടെ നിപ്പുണ്ട്. കാഴ്ചയുള്ളവന്മാർ ആരായാലും ഇങ്ങോട്ട് വാ, ഇട്ടിയവര ഉറക്കെ പറഞ്ഞു. രണ്ടുപേർ തന്റെ മുന്നിൽ എത്തിക്കഴിഞ്ഞു എന്ന് പാദചലനത്തിന്റെ ശബ്ദത്താൽ ഇട്ടിയവര മനസ്സിലാക്കി. ഇത് പതിവില്ലാത്ത കാഴ്ചയാണല്ലോ.
ഇരുട്ടുമുറിയിൽ നിന്ന് ഇദ്ദേഹം പുറത്തിറങ്ങിയെങ്കിൽ ഇവിടെ എന്തോ സംഭവിച്ചിട്ടുണ്ട്, ഒരാൾ പറഞ്ഞു. ആരാ? ഇട്ടിയവര തെരുതെരെ കണ്ണുകൾ അടക്കുകയും തുറക്കുകയും ചെയ്തുകൊണ്ട് ചോദിച്ചു. സ്വരം കേട്ടിട്ട് മനസ്സിലായില്ലേ? ഇല്ല. സ്വരം തിരിച്ചറിയുന്നത് എങ്ങനെയാ? വർഷങ്ങളായിട്ട് ഞങ്ങൾക്ക് ഈ മുറിയിൽ പ്രവേശനമില്ലായിരുന്നല്ലോ. ഞാൻ കുഞ്ഞുമേരിയുടെ അപ്പൻ മാത്തുവ. കൂടെയുള്ളത് ഗ്രേസിയുടെ അപ്പൻ കുഞ്ഞാണ്ടി. ബന്ധുക്കാരെന്താ പതിവില്ലാതെ? കാഴ്ചയുള്ളവരാരും ഇവിടെ ഇല്ലേ? കയറിയിരിക്കാൻ പറയാൻ പോലും ആരും ഇല്ലേ? ഞങ്ങളുടെ പെൺമക്കളെ ധർമ്മകല്യാണം കഴിച്ചല്ലോ ഇങ്ങോട്ട് കൊണ്ടുവന്നത്, കുഞ്ഞാണ്ടി ശോഭിച്ചു. ആരോടാ പറയുന്നത്? ഇറ്റിയവര പരിഹാസത്തോട് ചോദിച്ചു. ആരോടാ? പ്രമാണിയായി ഇരുമുങ്കിൽ ഇട്ടിയവരച്ചൻ തന്നെയല്ലേ കരിവീരം കണക്ക് നിൽക്കുന്നത്. കുഞ്ഞാണ്ടി ഇട്ടുകൊടുത്തില്ല. ഈ കരിവീരനിപ്പോ കണ്ണില്ല. കണ്ണുള്ളവരെ തപ്പിയ കിടപ്പിൽ നിന്ന് എഴുന്നേറ്റ് ഇവിടെ വന്നത്. കൊച്ചമ്മ എവിടെ? മാത്തുവിന്റെ ചോദ്യം. പെണ്ണമ്മേ, ഇടി പെണ്ണമ്മേ, ഇട്ടിയവര റക്കെ വിളിച്ചു. എടോ, ഇവിടെ എങ്ങും ആരും ഇല്ലാത്ത ലക്ഷണമാ, കുഞ്ഞാണ്ടി പറഞ്ഞു. വാ, നമുക്കൊന്ന് നോക്കാം. അയാൾ അകത്തേക്ക് കയറി. കുഞ്ഞുമേരി പറഞ്ഞ ആളെവിടെ? അയാളെയും കാണുന്നില്ലല്ലോ. മാത്തു കുഞ്ഞാണ്ടിയെ അനുഗമിച്ചു. അവനുമായി കയറി ഉടക്കിയേക്കല്ലേ, സൂക്ഷിക്കണേ. മാത്തുവും കുഞ്ഞാണ്ടിയും അകത്തേക്ക് പോയെന്ന് മനസ്സിലാക്കിയപ്പോൾ ഇട്ടിയവര വിളിച്ചു പറഞ്ഞു. അയാൾ തപ്പി തപ്പി കിടക്കയിലെത്തി. ഇവിടെ എങ്ങും ആരുമില്ല. ഒന്നിനും ആവാത്ത വയസ്സനെ മാത്രം ഇവിടെ ഇട്ടിട്ട് ആ പെമ്പറന്നൂർ എവിടെ പോയി? അയാൾ തട്ടിക്കൊണ്ടുപോയതാണോ? മാത്തുവിന്റെ സ്വരത്തിൽ ഭീതിയുണ്ടായിരുന്നു. ഏതായാലും നമ്മുടെ പിള്ളേർ അങ്ങോട്ട് പോകുന്നത് നന്നായി. കുഞ്ഞാണ്ടിയും മാത്തുവും മുറ്റത്തേക്കിറങ്ങി. ഇട്ടിയവര അവരുടെ സംസാരം ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ഗൗരവമുള്ള പലതും നടക്കുന്നതായി അയാൾക്ക് തോന്നി. രാജനും റോബിനും വീട്ടിലെത്തിയിട്ട് ദിവസങ്ങളായി. എന്തൊക്കെയോ നടപ്പിലാക്കാനാണ് സാന്റോ ജേക്കബ് വന്നിരിക്കുന്നത്. അയാളും പെണ്ണമ്മയും എവിടെ പോയി? മറ്റാരും സഹായത്തിനില്ലാതെ ഈ വീട്ടിൽ താൻ എങ്ങനെ ജീവിക്കും? ഒരു വണ്ടി വരുന്ന ഒച്ചയല്ലേ കേൾക്കുന്നത്? മാത്തു കാതോർത്തു. അതെ, ജീപ്പാണെന്ന് തോന്നുന്നു. ഒരു വണ്ടിയുടെ മാത്രം ഒച്ചയല്ലല്ലോ, വേറെയുണ്ട്. കുഞ്ഞാണ്ടിക്ക് ഉത്കണ്ഠയായി. അയാളാണെങ്കിലോ? അയാളോട് എതിരിടാൻ പറ്റുമോ? അവർ ഭയത്തോടെ നിൽക്കുമ്പോൾ പട്ടികളുടെ കുര ശക്തമായി. ഒരു പോലീസ് ജീപ്പും കാറുമാണ് വന്നത്. ഏതാനും പോലീസ് ഉദ്യോഗസ്ഥന്മാർ വാഹനങ്ങളിൽ നിന്ന് ചാടിയിറങ്ങി. അവർ ഗേറ്റ് തള്ളി തുറന്ന് മുറ്റത്തേക്ക് കയറി. അമ്പരന്ന് നിൽക്കുന്ന മാത്തുവിനെയും കുഞ്ഞാണ്ടിയെയും അവർ രൂക്ഷമായി നോക്കി. ആരാ? ഇവിടെ കെട്ടിക്കൊണ്ടുവന്ന പെൺപിള്ളേരുടെ അപ്പന്മാരാ? രാജന്റെയും റോബിന്റെയും ഭാര്യമാരുടെയോ? അതെ. എവിടെ നിങ്ങളുടെ മക്കൾ? ഇവിടെ ഇല്ല, ഞങ്ങളുടെ വീടുകളില്ല. അങ്ങോട്ട് വന്നത് എന്നാണ്? ഇന്നലെ. എന്തിനാ പെട്ടെന്ന് അങ്ങോട്ട് വന്നത്? അതിവിടെ ഏതോ ഒരു കൊള്ളക്കാരൻ. ഇവിടെയുള്ളത് ഒരു കൊള്ളക്കാരനല്ലല്ലോ, പലരും ഉണ്ടല്ലോ. പോലീസുകാർ ചിരിച്ചു. മാത്തുവും കുഞ്ഞാണ്ടിയും നിശബ്ദരായി. പറയടോ, അവരെന്തിനാ പെട്ടെന്ന് വീട്ടിലേക്ക് വന്നത്? അയാളെ പേടിച്ചാ? ഏതയാൾ? അയാളെവിടെ? ആരാണെന്ന് അറിയാനാ ഞങ്ങൾ വന്നത്. ഇവിടെ കണ്ടില്ല. ഈ വീട്ടിലിപ്പോ ആരൊക്കെയുണ്ട്? ഇറ്റിയവരച്ച മാത്രമേ ഉള്ളൂ. കാഴ്ചയില്ലാത്ത ആളാണ്. മറ്റാരും ഇല്ലേ? ആരെയും കണ്ടില്ല. രാജന് റോബിന് എവിടെയാ? ഞങ്ങൾക്ക് അറിയത്തില്ല. സത്യം പറയണം, ഞങ്ങൾക്ക് അറിയത്തില്ല സർ. അക്കാര്യം സ്റ്റേഷനിൽ ചെന്നിട്ട് തീരുമാനിക്കാം. കൂട്ടത്തിൽ മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥൻ അങ്ങനെ പറഞ്ഞിട്ട് ഹെഡ് കോൺസ്റ്റബിളിന് നിർദ്ദേശം കൊടുത്തു. ഇവരെ ജീപ്പിലോട്ട് കൊണ്ടേക്കോ. സർ, നിങ്ങളുടെ വണ്ടി ഇവിടെ കിടന്നോളും. സൗകര്യമായി കൊണ്ടുപോയാൽ മതി. സർ, രാജനെയും റോബിനെയും പരിചയമില്ല അല്ലെ? സ്ഥലം മാറി വന്നതായിരിക്കും. ഇവിടുത്തെ പോലീസുകാർക്കെല്ലാം രാജനും റോബിനും വേണ്ടപ്പെട്ടവരാ. അവർ മിക്കപ്പോഴും ഒന്നിച്ചു കൂടാറുണ്ട്. കൊള്ളാം, ഒരു തെളിവായി. മാത്തുവും കുഞ്ഞാണ്ടിയും ഞെട്ടി. അവർ വിരലോടെ ജീപ്പിനടുത്തേക്ക് നീങ്ങി. പോലീസ് ഓഫീസർമാർ അകത്തേക്ക് ചാടിക്കയറി. ശബ്ദം കേട്ട് ഇട്ടിയവരെ ഭയന്നു. മുറ്റത്തെ സംസാരം അയാൾ കേൾക്കുന്നുണ്ടായിരുന്നു. അയാളുടെ ശരീരം വിയർത്തു. ഇട്ടിയവരാച്ചോ, ഞങ്ങളെ കാണാൻ ഒക്കുന്നില്ല അല്ലേ? ചോദ്യം കേട്ട് ഇട്ടിയവര കട്ടിലിൽ നിന്ന് വിറച്ച് എഴുന്നേക്കാൻ ശ്രമിച്ചപ്പോൾ ഒരാൾ പിടിച്ചിരുത്തി. വേണ്ട, വിഷമിക്കേണ്ട, ഇരുന്നോളൂ. ഞാൻ ക്രൈംബ്രാഞ്ചിൽ നിന്നുള്ള ഡിവൈഎസ്പി ആണ്. കൂടെയുള്ളത് സർക്കിൾ ഇൻസ്പെക്ടറും സബ് ഇൻസ്പെക്ടറും, പിന്നെ പോലീസുകാരുടെ ഒരു സംഘമുണ്ട്. ഞങ്ങൾക്ക് രാജനെയും റോബിനെയും കാണണം. അവരെവിടെയാണെന്ന് എനിക്ക് അറിയത്തില്ല. ഇവിടെ വേറെ ആരൊക്കെയാണ് ഉണ്ടായിരുന്നത്? എന്റെ ഭാര്യയും മക്കളുടെ ഭാര്യമാരും ഉണ്ടായിരുന്നു. വിളിച്ചിട്ട് ആരും ഇങ്ങോട്ട് വന്നില്ല. ഇന്നലെ പുറത്തുനിന്ന് ആരാ ഇവിടെ വന്നത്? അത് ഞാൻ ആരെയും കണ്ടില്ല. എനിക്ക് അറിയത്തില്ല. സത്യം പറയാൻ എപ്പോഴും മടിയാണല്ലേ? പശ്ചാത്തപിക്കാൻ ദൈവം അനുവദിച്ചെന്ന സമയമല്ലേ ഇട്ടിയവരാച്ചത്? പറയൂ, സാന്റോ ജേക്കബ് എവിടെ ഉണ്ടായിരുന്നില്ലേ? ഇട്ടിയവര നിശബ്ദനായി.
രാജനും റോബിനും ഇപ്പൊ എവിടെയുണ്ട്? സത്യമേ പറയാവൂ. ആവാത്ത കാലത്ത് ലോക്കപ്പിലെ സിമന്റ് തറയിൽ കിടക്കണോ? എനിക്ക് അറിയത്തില്ല സാറേ. ഇട്ടിയവര കൈകൾ കൂപ്പി. ശരി, ഞങ്ങൾ വീടൊന്ന് പരിശോധിക്കുകയാണ്. പരിശോധന കുടുംബനാഥന്റെ മുറിയിൽ നിന്ന് തുടങ്ങാം. പോലീസുകാർ തിരക്കിട്ട പരിശോധന ആരംഭിച്ചു. ഇരുമ്പുങ്കൽ വീട്ടിലും പരിസരത്തും മുഴുവൻ പോലീസ്. വാർത്ത നാടാകെ പരന്നു. കാഴ്ച കണ്ടു രസിക്കാൻ ആളുകൾ ഓടിക്കൂടി. എല്ലാവർക്കും സന്തോഷം, ആർക്കും സഹതാപമില്ല. ഇരുമ്പുങ്കലെ ദുഷ്ടന്മാർക്ക് ഇങ്ങനെ തന്നെ സംഭവിക്കണം. അവിടെ ഒരു തള്ളയുണ്ടല്ലേ, ഇത്തിരി കീമി. സ്ത്രീകൾക്ക് ഇത്രയും ദുഷ്ടതനം ഉണ്ടാകുമോ? കുറെ വർഷങ്ങളായി അവരുടെ ആധിപത്യം നാട്ടുകാർ അനുഭവിക്കുന്നു. സ്ഥിരമായി പണിക്ക് ഇരുമ്പുങ്കലെത്തുന്ന തൊഴിലാളികൾക്ക് ന്യായമായ കൂലി കൊടുക്കില്ല. ധിക്കാരമായി എന്തെങ്കിലും പറയുന്ന ആൾക്ക് മാത്രമല്ല മർദ്ദനം. കുടിച്ച് വെളിവില്ലാതെ രാജനും റോബിനും ഗുണ്ടകളുമായി വന്ന് വീട് കയറി തല്ലും. ഇപ്പോഴിതാ അവന്മാരുടെ വീട്ടിൽ സർവ്വസന്നാഹങ്ങളുമായി പോലീസ് എത്തിയിരിക്കുന്നു. പോലീസ് റെയ്ഡിനെത്തിയതിൽ നാട്ടുകാർക്ക് അത്ഭുതമുണ്ട്. രാജന്റെയും റോബിന്റെയും കളിപ്പാവുകളാണ് പോലീസ് ഉദ്യോഗസ്ഥന്മാർ എന്നായിരുന്നു ധാരണ. ആ സ്വാധീനം എവിടെ പോയി? ജനങ്ങൾ തള്ളിക്കേറി ഗേറ്റ് തകർക്കുമെന്നായപ്പോ പോലീസുകാർ ലാത്തി വീശി അവരെ അകറ്റി നിർത്തി. രാജന്റെ ഭാര്യ കുഞ്ഞുമേരിയുടെ അപ്പൻ മാത്തുവും റോബിന്റെ ഭാര്യ ഗ്രേസിയുടെ അപ്പൻ കുഞ്ഞാണ്ടിയും പോലീസ് ജീപ്പിലുണ്ട്. പരിഹാസ ചിരിയുമായി ആളുകൾ ജീപ്പിനടുത്ത് വന്നും പോയും ഇരുന്നു. കാഴ്ച ബംഗ്ലാവിലെ മൃഗങ്ങളെ കാണുന്നത് പോലെ ജനങ്ങൾ മാത്തുവിനെയും കുഞ്ഞാണ്ടിയെയും നോക്കി ചിരിക്കുകയും നിരവധി അർത്ഥങ്ങളുള്ള ആംഗ്യങ്ങൾ കാണിക്കുകയും ചെയ്തു. മാത്തുവും കുഞ്ഞാണ്ടിയും മുഖം പൊത്തിയിരിക്കുകയാണ്. അവർ ആരാണെന്ന് വളരെ കുറച്ചു പേർക്ക് ആദ്യം അറിയാമായിരുന്നുള്ളൂ. അവരിൽ നിന്ന് വിവരം ചോർന്നതോടെയാണ് കാഴ്ചക്കാരുടെ എണ്ണം കൂടിയത്. ഇങ്ങോട്ട് വരുവാൻ തോന്നിയ സമയത്ത് പഴിച്ച് മാത്തുവും കുഞ്ഞാണ്ടിയും തല കുമ്പിട്ടിരുന്നു. 2 പോലീസുകാർ അവർക്ക് കാവലിനുണ്ട്. കുടുംബമഹിമ നോക്കി ഇരുമ്പുകളുമായി ബന്ധപ്പെടാൻ തീരുമാനിച്ചപ്പോ തന്നെ അത് വേണ്ടെന്ന് പലരും വിലക്കിയതാണ്. മാത്തുവിന്റെയും കുഞ്ഞാണ്ടിയുടെയും ചിന്ത ഒരേ വഴിക്കായി. എന്നിട്ടും മകളെ ഇങ്ങോട്ട് കെട്ടിച്ചയക്കാനുള്ള തീരുമാനത്തിൽ നിന്ന് പിന്മാറിയില്ല. ഇരുമ്പുകളെ കണക്കറ്റ സ്വത്ത് പ്രചോദനമായി. സമൂഹത്തിനു മുന്നിൽ അന്തസ്സ് കുറഞ്ഞ തങ്ങളുടെ കുടുംബത്തിന് അന്തസ്സും ആദരവും കൂടുതൽ ലഭിക്കുവാൻ ഇരുമ്പുകളുമായിട്ടുള്ള ബന്ധുത കാരണമാകുമെന്ന് വിശ്വസിച്ചു. ഒടുവിൽ ഇത്രയും വലിയൊരു ആപത്തായി ഈ ബന്ധം മാറുമെന്ന് വിചാരിച്ചില്ല. ഇനി ഈ വീട്ടിലേക്ക് ഇല്ലെന്നാണ് കുഞ്ഞുമേരിയും ഗ്രേസിയും തറപ്പിച്ച് പറഞ്ഞിരിക്കുന്നത്. വേറെ താമസിക്കാനുള്ള ക്രമീകരണം ഉണ്ടായില്ലെങ്കിൽ അവർ ജനിച്ച വീടുകളിൽ തന്നെ നിൽക്കുമെന്ന് 2 പേരും പറഞ്ഞിരിക്കുന്നു. സ്ത്രീധനം എന്ന നിലയിൽ കാര്യമായിട്ട് ഒന്നും തന്നിട്ടില്ലാത്തതിനാൽ തങ്ങൾക്കുള്ള വീതം തന്നാൽ രാജനും റോബിനും ഇല്ലെങ്കിലും കഴിയാമെന്നാണ് അവരുടെ കണക്കുകൂട്ടൽ. ആ ജീപ്പിലിരിക്കുന്നവരുമാടുകൂടി ഒത്തോണ്ട ഈ കളിയൊക്കെ. തക്ക സമയത്ത് തന്നെ വന്നു പെട്ടു, അനുഭവിക്കട്ടെ. ആരോ വിളിച്ചു പറഞ്ഞത് മാത്തുവും കുഞ്ഞാണ്ടിയും കേട്ടു. അവന്മാരുടെ പെമ്മക്കൾ ഇങ്ങോട്ട് വന്നപ്പോ നാട്ടുകാർ ഓർത്തു എന്തേലും മാറ്റം ഉണ്ടാവുമെന്ന്. അവളുമാരും ഇരുമ്പുങ്കലെ കൊച്ചമ്മമാരായി ചമയുകയായിരുന്നു. പെണ്ണമ്മ കൊച്ചമ്മയ്ക്ക് അവർ വിഷം കൊടുക്കും. അതിന് മടിക്കാത്തവരാ രാജന്റെയും റോബിന്റെയും ഭാര്യമാർ. ആക്ഷേപ വാക്കുകൾ സഹിക്കാനാവാതെ മാത്തുവും കുഞ്ഞാണ്ടിയും കാതുകൾ പൊത്തി. ജീപ്പിൽ ചാരി നിന്ന പോലീസുകാർ ചിരി അടക്കുന്നു. ഇരുമ്പുങ്കലെ കൊച്ചമ്മേനെയാണോടാ ആശുപത്രിയിലോട്ട് കൊണ്ടുപോയത്? അതെ, ആ വണ്ടിയിൽ ഇവിടെങ്ങും കാണാത്ത ഒരുത്തം മാത്രമേ ഉണ്ടായിരുന്നുള്ളല്ലോ. കുഞ്ഞുമേരും ഗ്രേസിയും ഒന്നും അകത്തില്ലേ? അവര് നേരത്തെ സ്ഥലമിട്ടെന്നാ അറിഞ്ഞത്. അപ്പോ ഇട്ടിയവരാച്ച മാത്രമേ അകത്തുള്ളൂ. പാവം, അങ്ങനെ ഇപ്പോ പട്ടിയെ പോലെയാ കണക്കാക്കുന്നതെന്ന കേൾവി. പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഓരോരുത്തരായി വീട്ടിൽ നിന്ന് ഇറങ്ങി വരുന്നത് കണ്ടപ്പോൾ ആളുകൾ നിശബ്ദരായി. അവർ ആരെയും ഗൗനിച്ചില്ല. ഉയർന്ന ഉദ്യോഗസ്ഥന്റെ ആജ്ഞ ലഭിച്ച ഉടനെ എല്ലാവരും വാഹനങ്ങളിൽ ചാടിക്കയറി. പോലീസ് വണ്ടികൾ കടന്നുപോയതിനു ശേഷം ഇരുമ്പുങ്കലെ വലിയ ഗേറ്റ് മലർക്കെ തുറന്നു കിടന്നു. നായ്ക്കൾ ഭ്രാന്തമായി കുറച്ച് കൂട് തകർക്കാൻ അപ്പോഴും ശ്രമിക്കുന്നുണ്ട്. ആരൊക്കെയോ കൂടുതൽ വിവരം അറിയാൻ മുറ്റത്തേക്ക് കയറാൻ ഒരുങ്ങിയപ്പോൾ ഒരു യുവാവ് ഓടി വന്ന് തടഞ്ഞു. അയാൾ ആ വാർഡിലെ പഞ്ചായത്ത് മെമ്പറാണ്. എങ്ങോട്ട് പോകുന്നു? വിവരമറിയാൻ. എന്ത് വിവരമറിയാൻ? ഇട്ടിയവരാച്ച മാത്രമേ അകത്തുള്ളൂ. വയസ്സായി കാഴ്ചയുമില്ലാതെ കിടക്കുകയല്ലേ. ഈ ബഹളമെല്ലാം കേട്ട് എന്തെങ്കിലും സംഭവിക്കട്ടെ. ഇരുമ്പുകൾ ഇട്ടിയവരേക്ക് എന്തെങ്കിലും സംഭവിച്ചാ അത് ഈ നാടിന്റെ നന്മയ്ക്ക് വേണ്ടിയാണെന്ന് വിചാരിച്ചാൽ മതി. ആരും ഈ വീട്ടുമുറ്റത്ത് കാല് കുത്തിപ്പോകരുത്. അനുഭവിക്കട്ടെ. മെമ്പർ അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ? ശത്രുക്കളെയും സ്നേഹിക്കണമെന്നല്ലേ പ്രമാണം? പ്രമാണങ്ങളെല്ലാം അനുസരിച്ചാണോ നമ്മളൊക്കെ ജീവിക്കുന്നത്? മെമ്പർ പറഞ്ഞത് പിന്നെ ഞങ്ങൾ വീട്ടിൽ പണിക്ക് പോലും വന്നിട്ടില്ല. ചിലതൊക്കെ അറിഞ്ഞുകൊണ്ടാണ് ഞാൻ വിലക്കിയത്. അല്ലെങ്കിൽ നിങ്ങളും പോലീസ് കസ്റ്റഡിയിലാവുമായിരുന്നു.
കൊലപാതക കേസുകളിലും കള്ളനോട്ട് കേസുകളിലുമൊക്കെ നിങ്ങളും പ്രതികളാകുമായിരുന്നു. സ്വാധീനം ഉപയോഗിച്ച് രാജനും റോബിനും രക്ഷപ്പെടുകയും ചെയ്യും. എന്നാലും ഇറ്റിയോരാച്ചൻ പാവം. ഞാൻ പറയാനുള്ളത് പറഞ്ഞു. നിങ്ങൾ ഇഷ്ടം പോലെ ചെയ്യും. നാട്ടുകാരോട് ഈ വീട്ടുകാർ ചെയ്തിട്ടുള്ളതൊന്നും മറക്കാൻ കാലമായിട്ടില്ലാത്തത് കൊണ്ട് പറഞ്ഞതാ. ആരോഗ്യമുണ്ടായിരുന്ന സമയത്ത് ഇറ്റിയവർ ആരായിരുന്നു? ഇരുമ്പുകളെ കൊച്ചമ്മയ്ക്ക് പ്രായം എത്രയായി? എന്നിട്ടും എന്തെങ്കിലും മാറ്റമുണ്ടോ? ഞങ്ങളോട് കടുങ്കുഴിയൊന്നും ചെയ്തിട്ടില്ല. നിങ്ങളെ അവർക്ക് ആവശ്യമുള്ളത് കൊണ്ട് പണിയെടുക്കാൻ കുറെ പേരെങ്കിലും വേണ്ടേ? മാത്രമല്ല നിങ്ങൾ തൊട്ട അയൽവാസികളുമല്ലേ? അവ സംസാരിച്ചു നിൽക്കുമ്പോൾ ഒരു പോലീസ് ജീപ്പ് വീണ്ടും വന്നു. നോവലിന്റെ തുടർന്നുള്ള ഭാഗങ്ങൾ കേൾക്കാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഹൈപ്പ് കൊടുത്ത് മറ്റു സുഹൃത്തുക്കൾ കൂടി ഷെയർ ചെയ്ത് നൽകുക. നന്ദി. വീണ്ടും കാണാം.